الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. او کیا جود و کرم ہے شہ بطحا تیرا نہیں سنتا ہی نہیں مانگنے والا تیرا. محمد کا روزہ قریب آ رہا ہے بلندی پہ اپنا نصیب آ رہا ہے. تو زندہ ہے واللہ تو زندہ ہے واللہ میرے چشم علم سے چھپ جانے والے. സർവാദരണീയരായ ഉസ്താദ് അവറുകളെ, പണ്ഡിതന്മാരെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറയുവാനുള്ള വേദിയും അവസരവും വളരെ വലിയ ഒരു നിയോഗമായി സ്വീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏതു ഭാഗമാണ് പറയേണ്ടത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രപഞ്ചത്തെക്കാൾ വിശാലമായ ഒരു പ്രമേയമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എവിടെ നിന്ന് എന്തു പറയണം? എല്ലാ ആളുകളും പരിഭ്രമിക്കുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹോ പ്രകീർത്തനമോ ലോകത്തൊരാൾക്കും പറഞ്ഞു തീർക്കുവാനോ എഴുതി തീർക്കുവാനോ സാധ്യമല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇവിടെ ഉസ്താദ് അവറുകളുടെ തിരുസവിധത്തിൽ വെച്ച് പറയുമ്പോൾ എങ്ങനെ തുടങ്ങണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഉസ്താദ് അവറുകളുടെ വളരെ മനോഹരമായ വരികൾ, അതും അവിടുത്തെ മഖബറയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുള്ള ആരംഭപ്പൂവായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവിടുന്ന് എഴുതിയ വരികളെ കുറിച്ചുള്ള ആലോചനയും അവിടെ നിന്ന് തുടങ്ങാം എന്ന ഉദ്ദേശവും. അതൊന്നും വിശദീകരിക്കാൻ അർഹതയില്ല, യോഗ്യതയില്ല, വിവരമില്ല.
പക്ഷേ അനുഗ്രഹത്തെ തേടി മഹാന്മാരുടെ വരികൾ അതിന് സേവനം ചെയ്യുക, അതുമാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതായാലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ആ വരിയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് വന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ എത്തുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പരിശുദ്ധമായ റൗളത്തുൽ മുശറഫയുടെ തിരുചാരത്തേക്ക് വന്ന് വ്യത്യസ്തങ്ങളായ വൈകാരിക പ്രകാശനങ്ങൾ നടത്തിയ ആളുകൾ തുടങ്ങിയ വിശാലമായ ഒരു വിഷയത്തിന്റെ പ്രപഞ്ചമാണ് ഇതിലൂടെയും തുറക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ സന്ദർശിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് എത്താൻ ആശിക്കുക, അത് വലിയ പുണ്യകർമ്മമായി എല്ലാ വിശ്വാസികളും ഉൾക്കൊള്ളുന്ന കാര്യമാണ്. മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ സന്നിധാനത്തിലേക്ക് എത്തുകയും അവിടുത്തെ സിയാറത്ത് ചെയ്യുകയും അവിടുത്തെയുടെ സ്നേഹ സാമീപ്യങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഖുർആനികമായ പ്രഖ്യാപനമാണ് എന്ന മഹാന്മാരായ മുഫസ്സിറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് സന്ദർശനാർത്ഥം എത്തുക എന്നത് ഖുർആനികമായി കൽപ്പനയുള്ളതാണ്. മാത്രമല്ല വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി ثم يدركه الموت وهو وقد وقع أجره على الله. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരാൾ മുഹാജിറായി നാടുവിട്ട് പ്രദേശം ഉപേക്ഷിച്ചു പോയാൽ അവന് പ്രതിഫലമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന സൂറത്തുൻ നിസായിലെ ഈ സൂക്തവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുവാൻ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോകുവാനുള്ള ഖുർആനികമായ പ്രഖ്യാപനമാണ് എന്ന് ഏകദേശം 25ഓളം പ്രമുഖരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിന് അവിടുത്തെയുടെ തിരുസവിധത്തിലേക്ക് പോയി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കുന്നതിന് ഇസ്ലാമിലെ എല്ലാ പ്രമാണങ്ങളും നിരത്തിക്കൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലും മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവും ഈ ആയത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പ്രമാണമുദ്ധരിക്കുന്നതായി കാണാം. ഏതായാലും ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിലെ അടങ്ങാത്ത അഭിലാഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് എത്തുക എന്നത്. അതുകൊണ്ടാണ് അനാഖീദുൽ ളിയാ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ കാണാം, فمتى أفوز بنظرة يا سيدي ومتى أكحل من ثراك جفوني. എപ്പോഴാണ് ഹബീബായ നബിയെ അവിടുത്തെ കാണാൻ എനിക്കൊരു നിയോഗം ലഭിക്കുക,
വിശുദ്ധമായ മദീനയിൽ വന്നിട്ട് അവിടുത്തെയുടെ മണ്ണെടുത്തുന്നു കണ്ണിലേക്ക് സുറുമയിടാൻ എപ്പോഴാണ് എനിക്ക് നിയോഗമുണ്ടാവുക എന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ മഹാന്മാരും മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് മുഴുവനും ഓരോന്നിന്റെയും തെളിവുകൾ എടുത്തുദ്ധരിച്ച് ഇവിടെ പറയേണ്ടതില്ല. എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യൽ പ്രബലമായ സുന്നത്താണെന്നോ വാജിബാണെന്നോ മാത്രമേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായമുള്ളൂ. ആധുനിക പണ്ഡിതന്മാരിൽപ്പെട്ട ഉസ്താദു ദക്തൂർ വഹബത്തു സുഹൈലിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ കാണാം, ലോകത്തുള്ള ഒട്ടുമിക്ക ഇമാമുകളും അത് നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. പ്രബലമായ സുന്നത്തോ വാജിബോ ആണെന്നതിൽ മുസ്ലിം ലോകത്തിന് അഭിപ്രായ വ്യത്യാസമില്ല. ആ നിലയിൽ സന്ദർശിക്കാൻ പുണ്യമുള്ള നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് വന്ന മഹാന്മാരുണ്ട്. അതല്ല, അതിനേക്കാൾ വലിയ വികാരത്തോടെ മദീനയിലേക്ക് വന്ന ആളുകളുണ്ട്. അവരെ കുറിച്ച് മാത്രമുള്ള ലളിതമായ ചില കാര്യങ്ങളെ ഇന്ന് പറയുന്നുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്ത് ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഖിബ്ലയാണ്. പരിശുദ്ധമായ കഅബാലയമാകുന്ന ഖിബ്ലയുടെയും ഖിബ്ലയാണ് കഅബാക്കെ കഅബാ ദേഖിയേ. കഅബാലയത്തിന്റെ കഅബയാണ് പരിശുദ്ധമായ മദീന. ആ മദീനയിൽ കിടക്കുന്ന മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ലോകത്തുള്ള എല്ലാ മഹാന്മാരും എത്തിച്ചേരാൻ കൊതിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ച ഒരു സംഭവം തൊട്ടു തുടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. ആരെങ്കിലും ഒരാള് ഹജ്ജ് വേളയ്ക്ക് അവസരം ലഭിക്കുകയും എന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നോട് പിണങ്ങിയവനാണ്. ഈ ഹദീസിന്റെ പ്രാമാണികത ഉദ്ധരിച്ചുകൊണ്ട് മാത്രം ഗ്രന്ഥമെഴുതിയ മഹാന്മാരുണ്ട്. അതിന്റെ ഗഹനമായ തലത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലോകത്തോട് പഠിപ്പിക്കുകയാണ്, മൻ സാറനി ബഅദ മമാതി ഔ വഫാതി കഅന്നമാ സാറനി ഫീ ഹയാതി. ആരെങ്കിലും എന്റെ വഫാത്തിനു ശേഷം എന്നെ സന്ദർശിച്ചാൽ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചതുപോലെയാണ്. അതുപോലെ തന്നെ പുണ്യമുള്ളതാണ്, മഹത്വമുള്ളതാണ്. ഞാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനിയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ആരെങ്കിലും എന്നെ സിയാറത്ത് ചെയ്താൽ വജബതു ലഹു ശഫാഅതി, അവൻ എന്റെ ശുപാർശ അനിവാര്യമായിരിക്കുന്നു, ശഫാഅത്ത് നിർബന്ധമായിരിക്കുന്നു. അപ്പൊ ഇത്രയും വലിയ പുണ്യകർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവിടുത്തെ പോയി സിയാറത്ത് ചെയ്യൽ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നൂറുകണക്കിന് രചനകൾ മഹാന്മാരെഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ അവസരം ലഭിച്ചിട്ട് സിയാറത്ത് ചെയ്യാത്ത ആളുകൾ
അവരുടെ മുഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കറുത്ത അടയാളം കൊടുക്കുകയും ജീവിതകാലത്ത് തന്നെ അവർക്ക് അല്ലാഹു തആല മോശത്തരം നൽകുകയും ചെയ്തതായി മഹാന്മാരായ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇമാമുൽ ഹദാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ പോകാൻ അവസരം ലഭിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാതെ അയാൾ വന്നു. പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ മുഖം ഇരുണ്ടുപോയി. ആ മുഖത്ത് പ്രകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണ് എന്ന് പറയുന്ന ആളുകളുടെയും മുഖത്തിന്റെ ഭാവം അങ്ങനെയാണ്. ഏതായാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ വളരെ പുണ്യമുള്ള കർമ്മമാണെന്ന് നൂറുകണക്കിന് ഹദീസുകളും ഇജ്മാഉം പഠിപ്പിക്കുമ്പോൾ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലൗ അന്നഹും യളലമു അൻഫുസഹും എന്ന ആയത്ത് ഖുർആനികമായ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എന്നെ സിയാറത്ത് ചെയ്യുന്നവർക്ക് ശുപാർശയുണ്ടെന്ന്. അത് സുന്നത്തിൽ നിന്നുള്ള തെളിവാണ്, ഹദീസിൽ നിന്നുള്ള തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്തുകൊള്ളാൻ. കുന്തു നഹൈതുകും മിൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ. ഞാൻ മറ്റുള്ളവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ ആദ്യകാലത്ത് വിലക്കിയിരുന്നു. ഇപ്പോഴിതാ അനുവാദം തരുന്നു എന്ന ഹദീസ്. മിൻ ബാബി ഔലാ, ഏറ്റവും കടപ്പെട്ടതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഖിയാസ് എന്ന പ്രമാണ പ്രകാരവും നബി തങ്ങളെ സിയാറത്ത് ചെയ്യൽ പുണ്യമാണ്. ഇനി ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പാമരന്മാരും മുസ്ലിം ലോകത്തുള്ളവര് മുഴുവനും ആശിക്കുകയും സിയാറത്ത് ചെയ്യുകയും അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇജ്മാഅ് കൊണ്ടും ഖിയാസ് കൊണ്ടും സുന്നത്ത് കൊണ്ടും ഖുർആൻ കൊണ്ടും ഇസ്ലാമിലെ ചതുർ പ്രമാണങ്ങൾ കൊണ്ടും സ്വീകാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ മഹാനവറുകൾ രേഖപ്പെടുത്തുമ്പോൾ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി എന്ന് പറഞ്ഞ ആദരണീയരായ ഉസ്താദ് അവറുകൾ ആത്മീയ സാന്നിധ്യത്തോടെ ഈ സദസ്സിൽ പങ്കാളിയാകുമെന്ന് ആശിക്കുമ്പോ അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും ചലനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബിതങ്ങൾ വിളിക്കുന്നു, ആരെയാണ്? അവിടത്തെയുടെ സന്നിധാനത്തിൽ വാങ്ങുകൊടുത്ത പ്രമുഖനായ സ്വഹാബികളുടെ നേതാക്കളിൽ ഒരാൾ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് അതാ സിറിയയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വിളിക്കുന്നു. പാതിരാത്രി സമയമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്, മാ ഹാദിഹിൽ ജഫവതു യാ ബിലാൽ, ഇതെന്ത് പിണക്കമാണ് ബിലാലേ? അമാ ആനലക അൻ തസൂറനി യാ ബിലാൽ, ഇനിയും എന്റെ അടുക്കലേക്കൊന്ന് വരാനായില്ലേ ബിലാലേ? എന്നോട് പിണങ്ങിപ്പോയോ ബിലാലേ എന്ന് പറയുന്ന സമയത്ത് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു രാത്രി തന്നെ എഴുന്നേറ്റ് പുറപ്പെടുന്നു. ഇലാ മദീനത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് സഞ്ചാരം നടത്തുകയാണ്.
ഈ പരാമർശത്തെ എടുത്തു വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, ശിഫാഉൽ ഫുആദിലും അതുപോലെ തന്നെ അസ്സിയാറത്തുൻ നബവിയ്യ ബൈനസ് സുന്നത്തി വൽ ബിദ്അ തുടങ്ങിയുള്ള രചനകളിലെല്ലാം മഹാന്മാരായ സമീപകാല പണ്ഡിതന്മാർ മുഹമ്മദ് മാലിക്കി തങ്ങളെ പോലെയുള്ളവർ വിശാലമായ ചർച്ച നടത്തിയിട്ട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളെ വിളിച്ചില്ലേ? ആ വിളി അനുസരിച്ച് ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ വന്നില്ലേ? ഈ സംഭവം അവിടെയുള്ള സ്വഹാബികളോട് പങ്കുവച്ചില്ലേ? ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടാനും യാത്ര തിരിക്കാനും അതുപോലെ തന്നെ അവിടുന്ന് സംഘമായി പോകാനും എല്ലാമുള്ള തെളിവാണ് എന്ന മഹാന്മാര് രേഖപ്പെടുത്തുമ്പോൾ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രണയം പറഞ്ഞ എത്രയോ മഹാന്മാരാണ് ചരിത്രത്തിൽ കാണുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ലളിതമായി പറയാം. സറാപ്പാ ചമൻ ഹേ ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ മദീന. അന്തരീക്ഷം ആദരപൂർണമാണ്, മണൽത്തരികൾ മഹോന്നതമാണ്. മദീനയുമായി ബന്ധപ്പെട്ടത് മുഴുവനും വരിഷ്ഠമാണ്, വിശിഷ്ടമാണ്, ആദരണീയമാണ്. പവിത്രതയുടെ മാല്യമില്ലാത്തതൊന്നും മദീനയോട് ചേർക്കാനില്ല. കാരണം പരിശുദ്ധമായ മദീനയിൽ കിടന്നുറങ്ങുന്നതാരാണ്? ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ. ഉന്നതരിൽ ഉന്നതരിൽ ഉന്നതരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, മഹോന്നതരിൽ മഹോന്നതരിൽ മഹോന്നതരാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കാൻ സ്ഥാനത്തിലാരുമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മദീനയാണല്ലോ. ആ മദീനയിലെ മണ്ണിനെ കുറിച്ചൊരാൾ ചീത്ത പറഞ്ഞാൽ, ഇവിടുത്തെ മണ്ണ് കൊള്ളാത്ത മണ്ണാണ്, ചളി മണ്ണാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോഗം മദീനയിലെ മണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് അടിശിക്ഷയായി വിധിക്കണമെന്ന് ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഫത്വ കൊടുത്തതായി കാണാം. അങ്ങനെയുള്ള മദീനയാണ് നമ്മുടെ പരാമർശം. ആ മദീനയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള എല്ലാവരുടെയും ചലനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകമാലോകരുടെ മുഴുവനും ചലനങ്ങൾ അവിടെ വെളിവാക്കപ്പെടുകയാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശ്വാസികൾക്കുള്ള കടപ്പാടെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനോട് അനുയായികൾക്കുള്ള ബന്ധമല്ല, ഒരു സാംസ്കാരിക നായകനോട് അനുയായികൾക്കുള്ള ബന്ധമല്ല, ലോകത്തുള്ള എല്ലാവരെക്കാളും വലിയ ബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നു. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ ശരീരത്തോട് ആത്മാവിനോടുള്ള ബന്ധത്തെക്കാൾ വലുതാണ്. ആധുനിക യുഗത്തിൽ പരിഷ്കാരത്തിന്റെ പറുദീസകളിൽ പ്രവാചക പ്രവീണരുടെ തിരുചര്യകളെ അവഗണിച്ചുകൊണ്ട് പുരോഗമനത്തിന്റെ പേരു പറഞ്ഞ് അപകടകരമായ ജീവിതത്തിലേക്ക് പോകുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന സമൂഹത്തിലെ പ്രതിനിധികളുണ്ടോ? മോനെ, എന്റെയും നിങ്ങളുടെയും ഈ ആത്മാവിനേക്കാൾ വലിയ ബന്ധമാരോടാണ്?
जान दे दो वअदे दीदार पर लुत्फ उनका आम हो ही जाएगा। चमन में समन, समन में बफन, बफन में दुल्हन तुम्हारे लिए। വശംസോ ഖമർ, ഈ ഇവിടെയുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകകളും ചരാചരങ്ങളും ആർക്കു വേണ്ടിയാണ്? ആരുടെ അനുമോദനത്തിന് മാല്യങ്ങളെയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്? സൂര്യനോട് ചോദിക്കുക, ആർക്കു വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ ഉദിച്ചത്? വർണ്ണനയല്ല, അവിടുന്ന് ദാർശനികമായ തലത്തിൽ ആലോചിച്ചു നോക്കുക. ഞാൻ അനുസരിച്ച് പോകുന്നത് ലോകത്തിന്റെ നേതാവ് സയ്യിദി മുഹമ്മദുർ റസൂലുള്ളാഹ്. ചന്ദ്രനോട് ചോദിക്കുക, സൂര്യനോട് ചോദിക്കുക, ചരാചരങ്ങളോട് ചോദിക്കുക, അന്തരീക്ഷത്തോട് ചോദിക്കുക, പ്രപഞ്ചത്തിലെ എല്ലാ കണികകളോടും ചോദിക്കുക ഹബീബായ നബിയേ. അതാണ് മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറഞ്ഞു, അല്ലയോ ചന്ദ്രനെ, നീ മദീനയിൽ വന്നിത്ര മേലെ ഇങ്ങനെ ഉദിച്ചു നിൽക്കാൻ പാടുണ്ടോ? താഴെ കിടക്കുന്നത് അതിനേക്കാൾ വലിയ പ്രഭാവമായ അബ്ഹാമിനൽ ഖമരി താമ്മി യാ റസൂലല്ലാഹ്. നിന്നേക്കാൾ പ്രഭാവമുള്ള ആൾ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിന്റെ ഉള്ളിൽ കിടക്കുമ്പോ, അല്ല ചന്ദ്രൻ, നീ എന്തിനാണ് ഇത്രയും വലിയ ഗമ കാണിച്ച് മുകളിൽ കയറി നിൽക്കുന്നത്? അപ്പൊ ചന്ദ്രൻ പറയുകയാണ്, ഞാനങ്ങ് മേലെ എത്തുമ്പോഴാണ് അറിയുന്നത് എന്റെ ഹബീബിന്റെ മുമ്പിൽ ഇത് അദബ് കേടാണെന്ന്. ആ അദബ് കാണിക്കാനാണ് ഞാൻ ചെറുതായി ചെറുതായി ഒരു വര പോലെ പിന്നെയും മാറുന്നത്. എത്ര മനോഹരമായ വരിയാണ് ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയുന്നത്. ആകാശത്തോട് ഭൂമി പറയുകയാണ്, അല്ലയോ ആകാശമേ, നീ മേലെയാണെന്ന് വിചാരിച്ച് ഗമ നടിക്കേണ്ടതില്ല. എന്റെ പള്ളയിലാണ് കിടക്കുന്നത് ലോകത്തിന്റെ നേതാവ്, ആഖായേ നാംദാർ താജ്ദാറേ മദീന, സർവറേ ആലം സർക്കാരേ ദോ ആലം നൂറേ മുജസ്സം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പള്ളയിലാണ് കിടക്കുന്നത്. എന്നിട്ട് ആകാശമേ, നീ മുകളിലാണെന്ന് പറഞ്ഞ് ഗമ നടിക്കേണ്ടതില്ല. ഹബീബന്റെ പള്ളയിലാണ്, നിന്റെ മുതുകിലല്ല. വിശാലമായി ഞാൻ കിടക്കുന്നില്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണനയുടെ വസന്തങ്ങൾ കൊണ്ട് മാല്യമണിയിച്ചവർ, അനുരാഗത്തിന്റെ തിലകം അവിടുന്ന് ചാർത്തിക്കൊടുത്തവർ, അങ്ങനെ ലോകത്തുള്ള കോടാന കോടി വരുന്ന ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന നേതാവ് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ മഹാന്മാരും സഞ്ചരിക്കുകയാണ്. അറിയുമോ ബഹുമാനപ്പെട്ട സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ചെന്നാൽ, നീ യാ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നിട്ട് ആദരപൂർവ്വം നിൽക്കണം. നിന്റെ കണ്ണു താഴ്ത്തിയിട്ട് ഹബീബിനോട് പറയണം, യാ റസൂലല്ലാഹ്, എല്ലാ പാപങ്ങളും കഴുകാനും മോശങ്ങളും മാറ്റാനുമാണ് ഞാൻ ഇവിടത്തേക്ക് വന്നതെന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് പറയണമെന്ന് ലോകത്തുള്ള 40 മഹാന്മാരുടെ സിയാറത്തുകൾ അതാ ഒരൊറ്റ ഗ്രന്ഥമായി തന്നെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു. അതിൽ ഒന്നാമത്തെ മഹാനാരാണ്? അൽ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ആണ്. നവവി ഇമാം തങ്ങൾ മദീനയിലേക്ക് ചെല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
തിരുസവിധത്തിലേക്ക് ചെന്ന് നിൽക്കുകയാണ് നബവി ഇമാം തങ്ങൾ. എന്നിട്ട് വിളിക്കുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ നബിയേ, ഞാനിതാ അവിടുത്തെയുടെ തിരുസവിധത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് നബവി ഇമാം തങ്ങൾ സിയാറത്തിനെ കുറിച്ച് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് നീ ചെല്ലണം. എന്നിട്ടോ ഹബീബായ നബിയുടെ ഖബറിന് നേരെ നീ നിൽക്കണം. ഫയസ്തദ്ബിറുൽ ഖിബ്ല, ഖിബ്ലയെ പിന്നിലാക്കി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ അഭിമുഖമാക്കി നിൽക്കണം. വയഖിഫ നാളിറൻ ഇലാ ജിദാരി ഖബരി റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഖബറു ശരീഫിന്റെ മതിലിലേക്ക് വിനയപൂർവ്വം നീ നോക്കി നിൽക്കണം. എന്നിട്ട് സലാം പറഞ്ഞിട്ടൊരു 4 അടി ഇങ്ങോട്ട് മാറി നിന്ന് ഹബീബായ നബിയുടെ തിരുസവിധത്തിൽ അവിടുത്തെയുടെ മുമ്പിൽ അവിടുത്തെ അഭിമുഖീകരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്തോ മോനെ. ഇന്ന് ലോക വൈജ്ഞാനിക ചക്രവാളത്തിലെ കിരീടം വെക്കാത്ത രാജാവ്, സൂക്ഷ്മാലുവായ പണ്ഡിത തേജസ്വി, ജീവിച്ചതിനേക്കാൾ വലിയ വിപ്ലവം വൈജ്ഞാനിക ലോകത്ത് നടത്തിയ മഹാൻ, എല്ലാ വൈജ്ഞാനിക ശാഖകളിലും അഗ്രേസരന്മാരുടെ ഗണത്തിൽ പരിഗണിക്കപ്പെടുന്ന അൽ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അവസാനം മഹാനവറുകളെ സിയാറത്ത് ചെയ്യുന്ന നേരം പറയുകയാണ്, അദ്ദൈതൽ അമാനത വനസഹ്തൽ ഉമ്മത വകശഫ്തൽ ഉമ്മത യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിമുഖമായി സംഭാഷണം നടത്തുകയാണ്. അങ്ങനെ ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംഭാഷണം പാടുണ്ടോ? എല്ലാ മഹാന്മാരും അങ്ങനെ സംഭാഷണം നടത്തിയ ആളുകളാണ്. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അങ്ങനെ ഇറക്കി വെച്ചവരാണ്. സ്വഹാബികളുടെ നോട്ടം ഏതെങ്കിലും വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ല ബന്ധവും ഉണ്ടോ എന്നാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മഴയില്ലാത്ത സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നു, അല്ലാഹ്, ഞങ്ങളിതാ അബ്ബാസ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയെ കൊണ്ട് തവസ്സുലാക്കുന്നു അല്ലാഹ്. ഇതിന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി, വഫാത്തായ ശേഷം നബിയെ കൊണ്ട് തവസ്സുലാക്കി കൂടാ എന്നും, വഫാത്താകാത്തതുകൊണ്ട് കൊണ്ടാണ് അബ്ബാസ് തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയതെന്നും. അല്ല, ആ ഒരു വിശദീകരണത്തിന് മറുപടിയായി മഹാന്മാര് പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് എന്നവരുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ്, റബ്ബേ, അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈൻ യതീമൈൻ ഫിൽ മദീനതി വകാന തഹ്തഹു കൻസുൽ ലഹുമാ വഅബൂഹുമാ സ്വാലിഹാ. സൂറത്തുൽ കഹ്ഫിൽ ഖിദർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന് വിശദീകരണം നൽകി. ആ മതിൽ നന്നാക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ അടിയിൽ 2 യതീം മക്കളുടെ സ്വത്തുള്ളത് കൊണ്ടാണ്. എന്നാൽ ആ യതീം മക്കളുടെ സ്വത്ത് പരിഗണിക്കാൻ ഖിദർ നബി അലൈഹിസ്സലാമിനെ അയക്കാനുള്ള കാരണം എന്താണ്? വകാന അബൂഹുമാ സ്വാലിഹാ. ആ 2 മക്കളുടെയും വാപ്പ സ്വാലിഹായിരുന്നു. സ്വാലിഹായ വാപ്പാന്റെ മക്കളായതുകൊണ്ട് ആ മക്കളുടെ സ്വത്ത് സംരക്ഷിക്കൽ അല്ലാഹു പ്രത്യേകം പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് ആ സംഭവത്തിൽ വകാന അബൂഹുമാ സ്വാലിഹാ എന്ന ആയത്തിൽ വിശദീകരിക്കാനുള്ള കാരണം.
അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റബ്ബേ, അവിടുന്ന് സ്വാലിഹായ ഒരു വാപ്പാന്റെ മക്കളുടെ കാര്യം അല്ലാഹുവേ നീ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പാന്റെ കാര്യം അല്ലാഹ് വെറുതെ അയക്കില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അബ്ബാസ് എന്ന വ്യക്തി എന്ന പരിഗണനയല്ല, അമ്മു റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ എന്ന മാനദണ്ഡമാണ്. തത്വത്തിൽ ഖബറിൽ കിടക്കുന്ന നബി തങ്ങളെ കൊണ്ട് തന്നെയാണ് തവസ്സുലാക്കുന്നത്. പ്രത്യക്ഷത്തിൽ മൂത്താപ്പാന്റെ കൈയാണ് പിടിക്കുന്നത്. അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തന്നെയാണ് തവസ്സുലാക്കുന്നത്. ഇതെന്റെ വിശദീകരണമല്ല, മഹാന്മാരായ മുഫസ്സിറുകൾ ഈ വിഷയം എഴുതിയതായി കാണാം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എന്തെങ്കിലും ഒരു ബന്ധം, അതാണ് വിജയത്തിന്റെ നിദാനമെന്ന് മനസ്സിലാക്കിയവരാണ് മഹാന്മാരായ ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, നമ്മുടെ അനുരാഗത്തിന്റെ ഹൃദയ വികാരങ്ങളെ മുഴുവനും എവിടെയെങ്കിലും കൊണ്ട് തള്ളാനുള്ളതല്ല. ഇന്ന് മായാലോകത്ത് ജീവിക്കുകയാണ്. സിനിമകളുടെയും ദർശനങ്ങളുടെയും അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെയും മോഡേൺ ടെക്നോളജിയുടെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും അങ്ങനെ പരിഷ്കാരത്തിന്റെ എച്ചിലുകൾ ഏറ്റെടുത്ത് ജീവിക്കുമ്പോ ആത്മീയതയും ആത്മാർത്ഥതയും നഷ്ടപ്പെടുമ്പോൾ ഇതിന്റെ മുഴുവനും ഇടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അൽ ഹബ്ലുൽ മതീൻ നബിയുനൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സായിലോ ദാമൻ സഖീ കാ ധാം ലോ കുച്ച് ന കുച്ച് ഇൻആം ഹോ ഹി ജായേഗാ. അല്ലയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാതിൽ പടിയിലേക്ക് പോയിരുന്നിട്ട് നിങ്ങളുടെ പരാതികളും വിഷമങ്ങളും പറഞ്ഞോ, അവിടെയാണ് പരിഹാരമുള്ളത്. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളെല്ലാം വിശുദ്ധമായ മദീനയിലേക്കാണ് സഞ്ചാരം. കാരണം ലോകത്തിന്റെ മുഴുവനും മൈക്രോ കോസ്മോ ഓഫ് ദി യൂണിവേഴ്സ് കിടക്കുന്നത് മദീനയിലാണ്. അൽ ഈമാനു യഅ്രിദു ഇലൽ മദീന കമാ തഅ്രിദുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പതിന്റെ മടയിലേക്ക് മടങ്ങും പോലെ ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. മക്കയിലേക്കെന്ന് ഹദീസിൽ പറഞ്ഞില്ല, കഅബയിലേക്കെന്ന് ഹദീസിൽ പറഞ്ഞില്ല. മടങ്ങുന്നത് എവിടേക്കാണ്? ഇലാ ജനാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്കാണ് ഈമാനിന്റെ മടക്കം. അതുകൊണ്ട് ദാറുൽ ഈമാൻ മദീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടായ മദീനയാണ്. ഹുസ്റവി അച്ചി ലഗീന പൈറവി അച്ചി ലഗി ഹം ഫഖീറോं को മദീനെ की ഗലി അച്ചി ലഗി. ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട, മദീനയ്ക്ക് ദീവാനെ ബെഞ്ചാവോ. ഞങ്ങൾക്ക് വേണ്ടത് മദീനയിലെ ഭ്രാന്തനാണെന്ന പദവിയാണ്. പക്ഷേ മദീനയിൽ ഭ്രാന്തന്മാരില്ല. അജ്മീറിൽ ഭ്രാന്തന്മാരുണ്ട്, ഏർവാടിയിൽ ഭ്രാന്തന്മാരുണ്ട്. അഥവാ അവിടെ കിടക്കുന്ന മഹാന്മാരെ പ്രണയിച്ച് ഭ്രാന്തായവരുണ്ട്. പക്ഷേ മദീനയിലില്ല. എന്തുകൊണ്ടാണെന്ന് അന്വേഷണം നടത്താതിരുന്നിട്ടില്ല മഹാന്മാർ. മദീന ദാറുൽ കമാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ഖാജാ മുഈനുദ്ദീൻ തങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല. അവിടെ ഭ്രാന്തനുണ്ട്, പക്ഷേ ഇവിടെ ഭ്രാന്തനില്ല. ബഹുമാനപ്പെട്ട ബാദിശൽ അർബദി തങ്ങളെ പ്രേമിച്ചിട്ട് ഭ്രാന്തായി പോയവരുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ച ഭ്രാന്തന്മാർക്ക് കിടക്കാൻ മദീന ഒഴിഞ്ഞു വെച്ചാൽ മദീനയിൽ ഒഴിവുണ്ടാകില്ല. അത് സമ്പൂർണതയുടെ നാടാണ്. ഭ്രാന്തായി പോവുക എന്ന് പറഞ്ഞാൽ പ്രേമത്തിന്റെ സമ്പൂർണതയുടെ താഴെയാണ്. അതുകൊണ്ട് ചിട്ടയുള്ള പ്രത്യേകമായ ഡിസിപ്ലിനുള്ള നാടാണ് മദീന. അവിടെ ഭ്രാന്തന്മാര് വന്നാൽ ഏറ്റവും വലിയ ഭ്രാന്താലയമായി മാറേണ്ടത് അതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്പൂർണതയുടെയും അലങ്കാരത്തിന്റെയും ഭാഗത്ത് അത് പാടില്ല. അതുകൊണ്ടാണ് മദീനയിൽ ഭ്രാന്തന്മാരില്ലാത്തത്. ഏതായാലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കുമ്പോഴേ ഈമാനാകൂ. ഹബീബി വമലാദി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ നീട്ടുന്നില്ല, ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു നിർത്തുകയാണ്. അതാ നിൽക്കുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് മിനായിൽ വെച്ച് പരിക്കുകൊള്ളുന്നു. കല്ലെറിഞ്ഞപ്പോ ആരോ വലിയൊരു കല്ലെടുത്തെറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പരിക്കേറ്റു. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ കൂട്ടുകാരെ, ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മിനായിൽ നിന്ന് എത്രയും പെട്ടെന്ന് എന്നെ മദീനയിൽ എത്തിക്കണം. എന്റെ ഹബീബ് കിടക്കുന്ന നാടാണ്. അതുകൊണ്ട് എന്നെ ഇവിടെ നിർത്തിക്കൂടാ, നേരെ മദീനയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നേരെ മദീനയിലെത്തി. വൈകാതെ ആ വർഷത്തിൽ തന്നെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പരിക്കേറ്റിട്ട് ഷഹീദാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഷഹീദുൽ മിഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദീനയിൽ നിന്ന് മിനായിൽ നിന്ന് ആലോചിക്കുന്നത്, ഇവിടെ വെച്ച് മരിച്ചു പോയാൽ എനിക്ക് മദീന നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് മദീനയിലേക്ക് പോകാം. മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മഹാന്മാരുടെയും ആശാഭിലാഷങ്ങൾ മദീനയിൽ തന്നെ വസിക്കണം, അവിടെ കൂടണമെന്നാണ്. നോക്കൂ, 4 മദ്ഹബിന്റെ ഇമാമുകൾ. ഇമാമുന ശാഫഈ തങ്ങൾ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി ലോകം മുഴുവനും ചുറ്റിയ മഹാനാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയ മഹാനാണ്. പക്ഷേ രണ്ടാമത്തെ ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ലോകം ചുറ്റിയിട്ടില്ല. അബൂ ഹനീഫ ഇമാം തങ്ങൾ കൂഫയിൽ നിന്ന് സഞ്ചാരം തുടങ്ങിയില്ലേ? പല നാട്ടിലും പോയി വിജ്ഞാനം നേടിയിട്ട് അവസാനം കൂഫയിലേക്ക് എത്തി. അങ്ങനെ 4 ഇമാമിങ്ങളിൽ 3 പേരിൽ ലോകം കറങ്ങിയവരാണ്. പക്ഷേ മാലിക് ഇമാം തങ്ങൾ ഒരു വിജ്ഞാനത്തിനും ഒരു ലോകത്തേക്കും പോയില്ല. ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്കല്ലാതെ സഞ്ചാരം നടത്തിയില്ല. അതുകൊണ്ട് വിജ്ഞാനത്തിനൊരു കുറവും മാലിക് ഇമാം തങ്ങൾക്കില്ല. ലോകം അംഗീകരിച്ച ഏറ്റവും വലിയ നിലവാരത്തിലുള്ള മഹാൻ തന്നെയാണ്. കാരണം മദീനക്കാരനായ ഒരാൾ ഹജ്ജിന് വേണ്ടി മക്കയിലേക്കെന്നല്ലാതെ വേറൊരു നാട്ടിലേക്ക് പോകുന്നത് നല്ലതല്ലെന്ന വീക്ഷണം മാലിക് ഇമാം തങ്ങളുടെ മദ്ഹബിലുണ്ട്. ഇന്നും മദീനക്കാരായ മാലികി മദ്ഹബുകാർ അത് പാലിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ആണ്ടിനും നമ്മുടെ മർക്കസു സഖാഫത്ത് സുന്നിയയുടെ സമ്മേളനത്തിനുമൊക്കെ മദീനയിൽ നിന്ന് പല മഹാന്മാരെയും വിളിച്ചപ്പോൾ ഈ മദ്ഹബിനെ അംഗീകരിക്കുന്നവരായതുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്തു തന്നു എന്നല്ലാതെ ഇങ്ങോട്ട് വരാൻ തയ്യാറായില്ല.
അപ്പൊ അവരോട് ചോദിച്ചു, അല്ല, ഒരു ദീനീ പ്രവർത്തനത്തിനല്ലേ വരുന്നത്, ഒന്ന് വന്നുപോയി കൂടെയോ? അപ്പൊ അവര് പറഞ്ഞ രണ്ട് മറുപടി എന്താണെന്നറിയോ? നീ സ്വർഗത്തിലിരിക്കുന്ന സമയത്ത് ഒരാള് പുറത്തു നിന്ന് വിളിച്ചാൽ നീ പോകുമോ? അതുപോലെ ഞങ്ങളിതാ സ്വർഗ സമാനമായ മദീനയിലാണ്. ഞങ്ങളുടെ മരണം എപ്പോഴാണെന്നറിയില്ല. അതുകൊണ്ട് മദീനയിലാകണമെന്ന് ആശിച്ചിരിക്കേണ്ടത് ആഗ്രഹമല്ലേ? മുഅ്മിനീങ്ങളെ, വിശദമായി പറയാൻ സമയമില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം മുതഅല്ലിമായ ഞാൻ പറഞ്ഞ 100 മണിക്കൂർ സീഡികൾ നിങ്ങൾക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ യൗവനം വരെ, യൗവനം മുതൽ മദീന വരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം, ഇരിപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, നടപ്പെങ്ങനെ, ചലനമെങ്ങനെ, നിശ്ചലനമെങ്ങനെ, വിയർപ്പെങ്ങനെ, രോമമെങ്ങനെ, ഇടപാടെങ്ങനെ, ആംഗ്യമെങ്ങനെ, അതെല്ലാം മഹാന്മാരായ ഇമാമുകളുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്വന്തം പറയാൻ അവകാശമില്ല. അതിന്റെ ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. കഴിവുള്ളവര് വാങ്ങണം. കാരണം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് കോടാന കോടി ജനങ്ങൾ സഞ്ചരിക്കുകയാണ്. അതിൽ ഒരു മഹാനല്ലയോ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ മാസത്തിന്റെ നേതാവല്ലേ? ഇസ്ലാമിക നവോത്ഥാന രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച മഹാനാണ്. കൊടിയന്മാരുടെയും പിടിയന്മാരുടെയും അക്രമികളുടെയും തോന്നിവാസികളുടെയും നടുവിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചത്തെ ജീവിപ്പിച്ചത് കൊണ്ട് മുഹയ്യിദ്ദീൻ എന്ന് പേര് കിട്ടിയ മഹാനാണ്. മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഇസ്ലാമിക നവോത്ഥാന രംഗത്തെ അജയ്യ നക്ഷത്രമാണ്. ആ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മദീനയിലേക്ക് ചെല്ലുന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ കവാടത്തിൽ ചെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തുഹ്ളാ ബിഹാ ശഫതി. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുകയാണ്, ഓ നബിയെ, വിദേശങ്ങളിലായിരിക്കുമ്പോ അവിടുത്തെയുടെ പ്രണയത്തോടെ സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഇപ്പോഴിതാ അവിടുത്തെയുടെ തിരുസവിധത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആദരണീയമായ കരങ്ങളൊന്ന് തരണേ നബിയെ, ചുംബിക്കാനാണ്. ഇങ്ങനെ ഖബറിൽ കിടക്കുന്നവരോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിക്കും. ഇബ്നു തൈമിയ്യ വരെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിൽ എഴുതിയിട്ടുണ്ട് സംസാരിക്കാമെന്ന്. വിമർശകന്മാരുടെ നേതാക്കൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ കരങ്ങൾ അതാ പുറത്തേക്ക് വരുന്നു, ചുംബനം കൊടുക്കുന്നു. ഇത് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്കാണ് ആദ്യം സംഭവിച്ചതെന്നും പിന്നെ റിഫായി ശൈഖ് തങ്ങൾ ഇത് ഏറ്റുചൊല്ലിയതാണെന്നും തർദുൽ ലഫായി ഫീ മനാഖിബിർ റിഫായി എന്ന ഗ്രന്ഥത്തിൽ കാണാം.
മദീനയിൽ റൗള ശരീഫിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതിയില്ലാതെ ഞാൻ അവിടുത്തെ ഹദറത്തിലേക്ക് പോകില്ല എന്ന് പറഞ്ഞ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നിൽക്കുന്നു അബുൽ ഹസൻ ശാദുലി. അപ്പോഴാണ് അതാ മദീനയിൽ ഖബർ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുന്നു, യാ അബുൽ ഹസൻ, ഓ അബുൽ ഹസനെ, വന്ന് സിയാറത്ത് ചെയ്തോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്. ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ക്രയവിക്രയം ഉണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടെന്നു തന്നെയാണ് മഹാന്മാര് പറയുന്നത്. അമ്പിയാക്കന്മാർ അവരുടെ ഖബറിൽ ജീവിക്കുകയാണ്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മഴയില്ല, ഞങ്ങൾക്കൊന്ന് പരിഹാരം തരണമെന്ന്. അപ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ മേലെ ഒരു ദ്വാരമുണ്ടാക്കി ആകാശത്തേക്ക് തുറന്നു കൊടുത്തോ. യുസ്തസ്ഖൽ ഗമാമു ലിവജ്ഹിഹി ثمال اليتامى عصمة للأرامل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയാൽ, അവിടുത്തെ ഇടയാളരാക്കിയിട്ട് വിഷമം പറഞ്ഞാൽ പരിഹാരമുണ്ട് എന്നതിന് ആയിഷ റളിയല്ലാഹു അൻഹ കാണിച്ചു തന്നതാണ്. തുറന്നോ ആകാശത്തേക്ക്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? പ്രപഞ്ചത്തിന്റെ എല്ലാ കണങ്ങളിൽ നിന്നും ആദരവിന്റെ വരിഷ്ഠ കണങ്ങളെ അവിടുന്ന് പരിശുദ്ധമായ കഴുത്തിലേക്ക് ഏറ്റുവാങ്ങിയ മഹാനാണ്. നടക്കുമ്പോ ഭൂമി വഴങ്ങുന്നു, കിടക്കുമ്പോൾ ഭൂമി ഒതുങ്ങുന്നു, ചവിട്ടുമ്പോൾ പാറ പതുങ്ങുന്നു. അലങ്കാരമല്ല, വസ്തുതയാണ്. ഹദീസിലുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോ ഭൂമി ചുരുണ്ടുകൊടുക്കും, വേഗം നബി തങ്ങൾക്ക് എത്തേണ്ടിടത്തെത്താൻ. ചവിട്ടുമ്പോൾ പാറ വഴങ്ങിക്കൊടുക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം പാറയിൽ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ഒരു ബിദ്ഈ പ്രസ്ഥാനത്തിന്റെ ടോപ്പ് ലീഡർ പ്രസംഗിക്കുന്നത് കേൾക്കാനിടയായി. നബിതങ്ങളുടെ കാല് പാറയിൽ ചവിട്ടിയപ്പോ അങ്ങനെ അങ്ങ് പതിഞ്ഞെങ്കിൽ മണ്ണി ചവിട്ടിയപ്പോ എങ്ങനെയായിരിക്കുമെന്ന്. ഇത് യുക്തിവാദമല്ല, ഇത് ഖുർആനിന്റെ വാദമാണ്. എന്താ കാരണമെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കാണാം, ഫീഹി ആയാതും ബൈനാതും മഖാമു ഇബ്രാഹീം. മഖാമു ഇബ്രാഹീം പരിശുദ്ധമായ മക്കയിൽ ഉണ്ട്. കഅബാലയത്തിന്റെ മുറ്റത്ത് അത് ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. മഖാമു ഇബ്രാഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് ചവിട്ടിയപ്പോൾ അടയാളം വന്ന പാറയാണ് മഖാമു ഇബ്രാഹിം. അത് വെച്ചിരിക്കുന്ന കൂടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാ മഖാമു ഇബ്രാഹിമിനെ എടുത്തു കളയണമെന്നല്ല. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ. ആ മഖാമ് ഇബ്രാഹീമിനെ ആദരിച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണം. നിങ്ങൾക്കറിയുമോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞ ഈ മഖാമ് ഇബ്രാഹീമിന് എത്ര പുണ്യമുണ്ടെന്ന്? മക്കയിൽ വലിയ തിരക്കല്ലേ തവാഫ് ചെയ്യുമ്പോ? അതിന്റെ ഇടയിലല്ലേ ഈ മഖാമ് ഇബ്രാഹീം ഇരിക്കുന്നത്? ഇതൊന്നു മാറ്റി മക്കത്തെ പള്ളിയിലേക്ക് വെച്ചാൽ എത്ര സൗകര്യമാണ്. ഹാജിമാരാലോചിച്ചു പോകും. കാണാൻ സുഖമല്ലേ, നിസ്കരിക്കാനും സുഖമല്ലേ. എന്നാൽ അങ്ങനെ മാറ്റാൻ അധികാരമില്ല. എന്തുകൊണ്ട്?
സൗദി അറേബ്യയിലെ കൺസ്ട്രക്ഷൻ കമ്പനിയായ ബിൻ ലാദൻ കമ്പനിയുടെ നേതാവ് മുഹമ്മദ് ബിൻ ലാദൻ, അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് അബ്ദുൽ അസീസ് രാജാവാണ് ഭരണാധികാരി. ഈ മഖാം ഇബ്രാഹിം എടുത്ത് പള്ളിയിലേക്ക് വെക്കാൻ പ്രത്യേകിച്ചൊരു തളം കെട്ടി. തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടെ വരുമ്പോ തിരക്കായി പോകുമല്ലോ, അതുകൊണ്ട് എടുത്തങ്ങ് പള്ളിയിലേക്ക് വെച്ചാൽ ജനങ്ങൾക്ക് കാണാം, പിന്നിൽ നിസ്കരിക്കാം, ഇവിടെ തിരക്കൊന്നും വരാതിരിക്കുമല്ലോ എന്ന നിലയ്ക്ക് ഇത് മാറ്റിവെക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ഖുർആൻ പണ്ഡിതനായ ഈജിപ്തിലെ പണ്ഡിതൻ അഷ്ശൈഖ് മുഹമ്മദ് മുതവല്ലി ഷഅറാവി, മുഹമ്മദ് ബിൻ ലാദനും അതുപോലെ തന്നെ അബ്ദുൽ അസീസ് രാജാവിനും 60 ജുനൈഹ് ചെലവാക്കിയിട്ട് ഫാക്സ് അയച്ചു. നിങ്ങൾ അത് മാറ്റിവെക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് ആ ഫാക്സിൽ ഷഅറാവി എഴുതിയത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാം. എന്താണെന്നല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിയാറത്തിന് വന്നു, അഥവാ തവാഫിന് വന്നു. ആ സമയത്ത് മഖാം ഇബ്രാഹിം കാണാനില്ല. മഖാം ഇബ്രാഹിം കാണാനില്ലാഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, മഖാം ഇബ്രാഹിം എവിടെ പോയി? ഉടനെ അവിടുന്ന് ആളുകൾ പറഞ്ഞു, അത് മിസ്ഫലയിലാണ്. മക്കയിലും ജിദ്ദയിലും ഒക്കെ ദീർഘകാലം താമസിച്ചവർ അടക്കം എന്റെ മജ്ലിസിലുണ്ട്. കഅബാലയത്ത് മസ്ജിദുൽ ഹറാമിനോട് അടുത്ത സ്ഥലമാണല്ലോ മിസ്ഫല. ഉടനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അത് പെട്ടെന്ന് ഇങ്ങ് കൊണ്ടുവന്നോ. വളുഉൻ തൗഖീഫിയുൻ മിൻ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നബിതങ്ങൾ വെച്ചതാണ്, മാറ്റാൻ നമുക്ക് അധികാരമില്ല. ഉടനെ മഖാം ഇബ്രാഹിം കൊണ്ടുവന്നു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കൊരു സംശയം, ഇത് എത്ര ദൂരമാണ് നബിതങ്ങൾ കഅബയിൽ നിന്ന് വെച്ചിരുന്നത്? അപ്പൊ സ്വഹാബികളോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ കഅബാലയത്തിൽ നിന്ന് എത്ര മീറ്റർ ദൂരെയാണ് ഈ മഖാം ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിരുന്നതെന്നറിയുമോ? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കൊരു സംശയം, ഇത് എത്ര ദൂരമാണ് നബിതങ്ങൾ കഅബയിൽ നിന്ന് വെച്ചിരുന്നത്? അപ്പൊ സ്വഹാബികളോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ കഅബാലയത്തിൽ നിന്ന് എത്ര മീറ്റർ ദൂരെയാണ് ഈ മഖാം ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിരുന്നതെന്നറിയുമോ? ഉടനെ ബഹുമാനപ്പെട്ട ഒരു സ്വഹാബി പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിഷമിക്കണ്ട, നബിതങ്ങള് മഖാം ഇബ്രാഹിം വെച്ച സമയത്ത് അളവ് പിടിച്ച നൂലെന്റെ വീട്ടിലുണ്ട്, ഞാൻ കൊണ്ടുവന്നു തരാം. അതല്ലേ സ്വഹാബത്ത്, അസ്സഹാബത്തു കുല്ലുഹും ഉദൂൽ, സ്വഹാബികൾ നീതിമാന്മാരാണ്, ചർച്ചയ്ക്ക് വകുപ്പില്ല. ലിയോപോൾഡ് വെയ്സ് ഇസ്ലാമിലേക്ക് വന്ന ആധുനിക മനുഷ്യന്മാരിൽ ഒരാളല്ലേ? മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിച്ചിട്ട് റോഡ് ടു മക്ക എന്ന പ്രസിദ്ധമായ യാത്രാ ഡയറി എഴുതിയ ആളല്ലേ? അദ്ദേഹത്തിന്റെ ഇസ്ലാം അറ്റ് ക്രോസ് റോഡ്സ് എന്ന പുസ്തകത്തിൽ കാണാം, സ്വഹാബികൾ 100% നീതിമാന്മാരാണ്. ആ നീതിമാന്മാരായ സ്വഹാബികളുടെ ചര്യയെ ചോദ്യം ചെയ്യാൻ പാടില്ല. അവര് നബിതങ്ങളിൽ നിന്ന് കാണാത്തത് ചെയ്യില്ല, അറിയാത്തത് അനുഷ്ഠിക്കില്ല. അപ്പൊ ആ സ്വഹാബികൾ ജുമഅക്ക് 2 വാങ്ക് കൊണ്ടുവന്നത് എതിർക്കപ്പെടേണ്ടതല്ല. ആ സ്വഹാബികൾ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയത് ലോകത്തറിവില്ല, അതുകൊണ്ട് ആ നിലയ്ക്കു തന്നെ അറബിയിൽ നിലനിർത്തേണ്ടതാണ്. ആ സ്വഹാബികൾ പണിത പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയില്ല. ആ സ്വഹാബികൾ നടപ്പിലാക്കിയ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം നിരൂപിക്കാൻ അധികാരമില്ല എന്ന നിലക്ക് അതാ ലിയോപോൾഡ് വെയ്സ് ആയിരുന്നയാൾ
അദ്ദേഹത്തിന് നാടകരചനയടക്കമുള്ള അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രതിഭാത്വം പറയാനുണ്ട്. പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ആധികാരികമായി ഇസ്ലാമിനെ അറിഞ്ഞിട്ട് അദ്ദേഹം രചനകൾ നടത്തിയപ്പോൾ അതിൽ അദ്ദേഹം എഴുതി വെച്ചതാണ് ഇസ്ലാം അറ്റ് ദി ക്രോസ് റോഡ്സ് എന്ന പുസ്തകത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ നീതിനിഷ്ഠ. ചുരുക്കി പറയട്ടെ, ആ സ്വഹാബി പറയുകയാണ്, എന്റെ വീട്ടിലുണ്ട് നബിയെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ആ നൂല്. നേരെ ആ നൂല് കൊണ്ടുവന്ന് അളന്ന് പിടിച്ചിട്ട് അതേ സ്ഥലത്ത് തന്നെ വെക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇന്ന് തിരക്കുകൊണ്ട് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി എന്നല്ലാതെ വേറെ ഒരു മാറ്റവും ഇതുവരെ മഖാം ഇബ്രാഹീമിന് വരുത്തിയിട്ടില്ല. ആ സ്ഥലത്ത് കാണുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് കല്ലിൽ പതിഞ്ഞ അടയാളമാണ്. എന്നാൽ അതിനേക്കാൾ ആദരണീയമായ കാലിന്റെ ഉടമ. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മുസ്തഫ ജാന റഹ്മത്ത് പേ ലാഖോ സലാം, ശഹരിയാരെ ഇറം താജ്ദാരെ ഹറം നൗബഹാരെ ശഫാഅത്ത് പേ ലാഖോ സലാം. ലോകത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ എടുത്തു പറഞ്ഞിട്ട് ഓരോ അവയവത്തിനും ലക്ഷോപലക്ഷം സലാം ചൊല്ലിയ മഹാനാണ് ഇമാമേ അഹ്മദ് റിളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന് ലക്ഷോപലക്ഷം സലാം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, കിസ്റ രാജാവിന്റെ കിരീടം എവിടെ പോയി ചെറുപ്പക്കാരെ? സാർ ചക്രവർത്തിമാരുടെ സിംഹാസനം എവിടെ പോയി? അതുപോലെ ഇവിടെ കഴിഞ്ഞുപോയ ഒരുപാട് ആളുകൾ അവരുടെ അധികാര പീഠങ്ങളില്ല, സിംഹാസനങ്ങളില്ല, രാജകിരീടങ്ങളില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ ധരിച്ച ചെരുപ്പ്, ആ ചെരുപ്പിന്റെ മോഡൽ മുസ്തഫ ഫമസഹ്തു വജ്ഹി بالمثال تبركا فشفيت في وقتي فكنت على الشفاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ മോഡല് കണ്ട് ചുംബനം കൊടുത്തപ്പോഴേക്ക് രോഗം മാറിയെന്ന് പറഞ്ഞ് കോടാനുകോടി ജനങ്ങൾ ആ തിരു ഹബീബിന്റെ ചെരുപ്പിന്റെ മോഡൽ കൊണ്ട് നടക്കുകയാണ്. സൗദി അറേബ്യയിലെ അൽ ഹസയിൽ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം. ഞാൻ സൗദി പറയാനുള്ള കാരണം ചിലരൊക്കെ അത് വിമർശിക്കാൻ വേണ്ടി പറയാറുള്ളത് കൊണ്ടാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ അൽ ഹസയിൽ മുഹമ്മദ് മുല്ല അൽ അഹ്സായിയുടെ പരമ്പരാഗതമായ ദർസ് നടക്കുന്നുണ്ട് ഇപ്പോഴും അവിടെ. അദ്ദേഹം ദർസ് നടത്താനിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ മോഡൽ അത് വരച്ച് ഭിത്തിയിൽ വെച്ചതിന്റെ താഴെയാണ്. ഇക്റാമൻ ലിശഅനി റസൂലില്ലാഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, ഇത്രയും ആദരിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളപ്പോ ആ റസൂലുള്ളാന്റെ സുന്നത്തിനെ വലിച്ചെറിഞ്ഞിട്ട് ഏതോ ചില ജന്തുക്കളുടെ ഫാൻസ് ഉണ്ടാക്കിയിട്ട് വലിയ വലിയ ബോർഡും ബാനറും ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള മലബാറിന്റെ മണ്ണിലെ മാപ്പിള മക്കൾ ഇതാ ഏതോ ചില സിനിമാ നടന്മാരുടെ ഫാൻസിൽ കുടുങ്ങിപ്പോയോ? മോനെ, നമ്മുടെ റോൾ മോഡലാരാണ്? വെള്ളിത്തിരയിൽ തെളിയുന്ന ജന്തുവിന്റെ മുഖമല്ല, മനുഷ്യന്റെ ഭാവമല്ല.
എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ റോൾ മോഡൽ ആരാണ്? മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മനോമുകുരത്തിലെ വിചാര വിധേയങ്ങളെ അറിഞ്ഞ് ലോകത്തെ മുഴുവനും മാറ്റത്തിന്റെ പടഹധ്വനി മുഴക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നീ ബോധമുള്ളവനാകണം. 1400 വർഷമായി ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിമയില്ല, പ്രതിച്ഛായയില്ല, പ്രതിഷ്ഠയില്ല, ചിത്രമില്ല, ചിത്രീകരണമില്ല, മറ്റേതെങ്കിലും നേതാവിന് കൊടുക്കുന്ന ഭൗതികമായ മെറ്റീരിയൽ പരിപ്രേക്ഷ്യങ്ങളൊന്നുമില്ല. അതൊന്നുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഹാ ജാതാ ഹെ രഹ്തേ ഹെ ദോലാ ഫഖത് മദീനെ മേ മൗലത് ഹെ രഹ്തേ ഹെ വോ ആശിഖോൻ കെ സീനെ മേ. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ് ജീവിക്കുന്നതെന്ന്. നോ, ബിൽകുൽ നഹി ഹേ, ഒരിക്കലും അല്ല. ബേശക് വോ ജിന്ദാ ഹേ. എവിടെയാണ്? ആശിഖോൻ കെ സീനെ മേ. എല്ലാ വെള്ളിയാഴ്ച രാവിലും ആദരണീയരായ ഉസ്താദ് അവറുകളുടെ തരിസവിധത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് ആയിരങ്ങൾ, അതോടൊപ്പം തന്നെ ലോകത്തിന്റെ നാനാദിക്കിലും ഇന്റർനെറ്റിലൂടെ പങ്കാളികളാകുന്ന വേറെയും ആയിരങ്ങൾ, അവരെല്ലാം വിളിക്കുന്നു യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ചിലപ്പോ നമ്മൾ പറയും ഫോട്ടോ എടുത്തത് ഓർമ്മിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു ഫോട്ടോ ഇല്ലാതെ മരിച്ചുപോയ സ്വന്തം വാപ്പാന്റെ മുഖം നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെ ഒരു മുഖം പോലും മുമ്പിൽ ജീവിതത്തിൽ ജീവിതകാലത്ത് കാണാൻ കിട്ടാതെ സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്കറിയാം. ഹമേ ഖൂബ് ജാൻതേ ഹേ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രാവശ്യം പോലും ജീവിതകാലത്ത് കണ്ടിട്ടില്ല, ഒരുമിച്ച് ജീവിച്ചിട്ടില്ല, കണ്ടവരോട് കൂടിയിട്ടില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലില്ലേ? ചില വില കുറഞ്ഞ സാഹിത്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കാൻ ഇറങ്ങി ചില ആളുകൾ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ തുടങ്ങി. അവർക്ക് മറുപടി പറയേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം എന്താണ്? സുബ്കി ഇമാം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത വിളിച്ചു. ഉടനെ സുബ്കി ഇമാം തങ്ങൾ ഒരു ഗ്രന്ഥം എഴുതി, അസ്സൈഫുൽ മസ്ലൂൽ അലാ മൻ ശതമർ റസൂൽ. നബിയെ ചീത്ത പറഞ്ഞവർക്കെതിരെ ഊരിപ്പിടിച്ച വാളെന്ന പേരിൽ ഗ്രന്ഥമെഴുതി. ഇബ്നു തൈമിയ്യയും അന്ന് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അസ്സാരിമുൽ മസ്ലൂൽ അലാ ശാതിമിർ റസൂൽ എന്ന ഗ്രന്ഥം ഇബ്നു തൈമിയ്യ അടക്കം എഴുതി. 15ഓളം രചനകൾ ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറഞ്ഞവർക്കെതിരെ എഴുതി. എന്റെ കയ്യിൽ 3 ഗ്രന്ഥങ്ങൾ സൂക്ഷിപ്പുണ്ട്. അതിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിലെ പ്രേമത്തിന്റെ തലങ്ങളെ ഏതോ ചില പെണ്ണിന് കൊടുക്കാനുള്ളതല്ല, ഭൗതികമായ ജീവിതത്തിന് പണയം വെക്കാനുള്ളതല്ല. മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവ്, മാലോകരുടെ മുഴുവനും മാറ്റത്തിന്റെ എല്ലാമായ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കണം. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈൽ ശഫാഅത്തിൻ ത്വഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ. അതുകൊണ്ട് മോനെ, പ്രേമത്തിന്റെ തലങ്ങളെ ഏതോ ചില പെണ്ണിന്റെ മാദകമേനികൾക്ക് വേണ്ടി പണയം വെക്കാതെ
നിന്റെ താൽക്കാലികമായ ആസ്വാദനത്തിന് വേണ്ടി പണയം വെക്കാതെ മദീനയിൽ കിടക്കുന്ന നേതാവിനെ മനസ്സിലേക്കൊന്നിരുത്തിയിട്ട് ആ മദീനയിലേക്ക് പോകാനെന്ന് ആശ വെച്ചോ. കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആരാണ്? ഒരു കാലഘട്ടത്തിലെ ആത്മീയ ചക്രവർത്തിയായിരുന്നു. ഇന്നും ലോകത്ത് ജീവിക്കുന്ന നിരവധി വിശ്വാസികളുടെ ആത്മീയ പ്രഭാവമായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹദ്ദാദ് റാത്തീബിന്റെ ക്രോഡീകരണം നടത്തിയ ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചു. പ്രേമിച്ച് 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 മഹാനവറുകൾ മദീനയിലേക്ക് പോകാൻ ഒരുങ്ങി. എന്നിട്ടോ മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തുടങ്ങുകയാണ് സലക്നൽ ഫയാഫി വൽ ഖിഫാറ അലൻ നുജുബി. ഞങ്ങളിതാ വഴികളിലേക്ക്, ഇടവഴികളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചുകൊണ്ടാണ്. ആ പ്രേമകാവ്യം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അൽ ഖസീദത്തുദ് ദാഖിലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് അല്ലെങ്കിൽ അവിടുത്തെ ഖബർ ശരീഫ് ഉൾക്കൊള്ളുന്ന റൂമിന്റെ ഉള്ളിൽ അകത്ത് എഴുതി വെച്ചിട്ടുള്ള 54 വരിയുള്ള കവിതയാണ് സലക്നൽ ഫയാഫി വൽ ഖൈഫാറ അലൻ നുജുബി തജിദ്ദു ബിനൽ അശ്വാഖു ലാ ഹാദിയർ റക്ബി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചുകൊണ്ട് ചെല്ലാൻ തുടങ്ങി. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തുമ്പോൾ മഹാനവറുകൾ പറയുകയാണ് അലാ യാ റസൂലല്ലാഹി ഇന്നാ ഖറാബത്തുൻ വദുർരിയത്തുൻ ജിനാക ലിശൗഖി വൽ ഹുബ്ബി. അല്ലയോ ഹബീബായ നബിയെ, ഞങ്ങൾ കുടുംബക്കാരാണ്. സയ്യിദ് അലവി തങ്ങളുടെ കുടുംബമാണത്. അതുകൊണ്ട് കുടുംബക്കാരാണ് ഞങ്ങൾ തങ്ങളെ തേടി വന്നതാണ്, പ്രേമം കൊണ്ട് വന്നതാണ് നബിയെ. വഖഫ്നാ അലാ അഅതാബി ഫളിക സയ്യിദി ലിതഖ്ബീലി തുർബിൻ ഹബ്ബ ദഅലക മിൻ തുർബി. നബിയെ, അവിടുത്തെയുടെ ഔദാര്യത്തിന്റെ വാതിൽപ്പടിയിലേക്ക് അവിടുത്തെയുടെ മണൽത്തരികളെ ചുടുചുംബനം കൊടുക്കാൻ വന്നതാണ്. വഖിഫ്നാ തിജാഹൽ വജ്ഹി മുബാറകി. ആദരണീയമായ അവിടുത്തെയുടെ മുഖത്തിനു നേരെ ഞങ്ങൾ നിൽക്കുകയാണ്. അതൈനാക സുവാറൻ നറൂമു ശഫാഅതൻ ഇലല്ലാഹി ഫീ മഹ്വിൽ ഇസാഅതി വൽദംബി. പാപങ്ങൾ പൊറുക്കാനും തെറ്റുകൾ മായ്ച്ചു കളയാനും ആശിച്ചുകൊണ്ട് തങ്ങളുടെ വാതിൽപ്പടിയിലേക്ക് വന്നതാണ്. മാത്രമല്ല നബിയേ, വഫിൻ നഫ്സി ഹാജാതുൻ വസമ്മ മതാലിബു. ഉള്ളിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. നുഅമ്മീലു അൻ തുഖ്ളാ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നബിയെ, ആവശ്യങ്ങളൊക്കെ നേടണമെന്ന്. ബിജാഹിക, തങ്ങളുടെ ജാഹു കൊണ്ട്, തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, തങ്ങളുടെ പദവി കൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് ഞങ്ങൾ ആശിക്കുന്നു നബിയേ. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് തവജ്ജഹ് റസൂലല്ലാഹി
في كل حاجتي لنا ومهم في المعاشي وفي القلب. ജീവിതത്തിലെയും ആത്മീയ ലോകത്തെയും ഒരുപാട് ആശകളുണ്ടാകാം. എല്ലാ ആശകളും തുറന്നു പറയാനുള്ള കേന്ദ്രമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നാ സ്വലാഹദ്ദീനി വൽ ഖൽബി സയ്യിദി ഹുവൽ ഗാറദുൽ അഖ്സാ ഫയാ സയ്യിദി ഖുംബി. അവിടുന്ന് ഖൽബിന്റെയും മതത്തിന്റെയും സുരക്ഷ, ഇരുലോകത്തിന്റെയും രക്ഷയാണ് ഞങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം. അത് ഞങ്ങൾക്ക് നിറവേറ്റി തരണം നബിയേ. ഈ കവിത ഞാൻ ഇത്രയും നീട്ടിച്ചെല്ലാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഈ കവിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഖബർ ശരീഫിന്റെ ആ റൂമിന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. ഇനി അത് വെറുതെ പറഞ്ഞ് രക്ഷപ്പെടുകയല്ല. ഇത് പ്രസിദ്ധീകരിച്ച UAE-യിലെ മജ്മഉ സഖാഫിയിലെ കൾച്ചറൽ സെന്ററിലെ ഗവേഷണ വിഭാഗത്തിലുള്ള ബസ്സാം മുഹമ്മദ് ബാറൂദ് രേഖപ്പെടുത്തുന്നു. ഇത് ആ റൗള ശരീഫിന്റെ അകത്തളത്തിലുണ്ടെന്നും അതിന്റെ 16-ാമത്തെ വരി പുറത്തെഴുതി വെച്ചിട്ടുണ്ട്. മദീനത്ത് പോയ ആളുകൾ നോക്കിയാൽ അറിയാം. നല്ല ചിത്രം കിട്ടിയാൽ അവിടെയും വായിക്കാം. നബിയുൻ അളീമുൻ ഖുലുഖുൽ ഖുലുഖുല്ലദീ ലഹു അല്ലമർ റഹ്മാനു ഫീ അഅ്ളമിൽ കുതുബി. 54 വരിയുള്ള ഈ കവിതയുടെ 16-ാമത്തെ വരി നബിതങ്ങൾക്കും സ്വാഹിബൈനി അഥവാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കും സലാം പറഞ്ഞിട്ട് കഴിയുമ്പോ മേലോട്ട് നോക്കിയാൽ ഇപ്പോഴും അവിടെ എഴുതി വെച്ചിട്ടുള്ള വരിയാണ് ഈ കവിതയിലെ 16-ാമത്തെ വരി. കാരണം അത്രയും വലിയ മഹബ്ബത്തോടെ മദീനയിൽ ചെന്നിട്ട് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പ്രേമമുയർത്തിപ്പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനീ. ഈ ജീവിതം നാളെ അങ്ങ് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നാളത്തെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി ഏതാണ്? മോനെ, ഇവിടെയുള്ള മായാലോകത്തിന്റെ സിനിമാ തലങ്ങളിലേക്ക് ചേക്കേറുകയല്ല. ആസ്വാദനത്തിന്റെ അവസാനത്തെ തുള്ളി വരെ കുടിച്ചിട്ടേ മരിക്കൂന്ന് ചിന്തിക്കലല്ല. എല്ലാത്തിന്റെയും സൃഷ്ടിപ്പിന്റെ നിമിത്തമായി നാഥൻ നിയോഗിച്ച മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ പ്രേമിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ചാൽ അവിടെയാണ് വിജയം. ലോകവിശ്വാസികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് ഹബീബായ നബിയുടെ മുമ്പിൽ അനുരാഗം ചുരത്തിയത് സഹാബികളാണ്. പ്രേമമുയർത്തിയത് താബിഈങ്ങളാണ്. അതാ അബൂ ഹനീഫ ഇമാം തങ്ങൾ അവിടെ പോയി ചൊല്ലിയത് നമുക്കെല്ലാം അറിയാമല്ലോ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയുടെ മണൽപ്പരപ്പിൽ കിടന്ന് അനുരാഗത്തിന്റെ കവിത ഉയർത്തിയിട്ട് റൗളത്തുൽ മുശറഫയുടെ അകത്തളത്തിൽ കിടക്കുന്ന ഹബീബിനോട് സല്ലാപം നടത്തിയില്ലേ? മാലിക് ഇമാം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് അവിടുന്ന് വിവർണമായ ഭാവത്തോടെ മാറി മദീനയിൽ കിടന്ന് ഹബീബിനോട് പ്രണയം നടത്തിയില്ലേ? ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മുഹമ്മദ് 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 4 ആൺമക്കൾക്കും മുഹമ്മദ് എന്ന പേര് വെക്കുകയും
സ്വന്തം പേര് മുഹമ്മദ് ആയിരിക്കുകയും ചെയ്യുമ്പോഴും അനുരാഗത്തോടെ ഹബീബിന്റെ മദീനയിൽ വന്ന് സ്നേഹപുരസ്സരം ഇൽമ പഠിക്കാൻ മാലിക് ഇമാം തങ്ങളുടെ ദർസിൽ വന്നപ്പോൾ ആദ്യമായി ശാഫി ഇമാം തങ്ങൾ ചെയ്തത് എന്താണ്? തബറക ബിഖബ്രി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ തൊട്ടിട്ട് ബറക്കത്ത് എടുത്തിട്ടാണ് ശാഫി ഇമാം തങ്ങൾ ഇൽമ പഠിക്കാൻ തുടങ്ങിയത്. ഒന്നാമത്തെ ദിവസം ദർസിൽ കൂടിയ സമയത്ത് ശാഫി ഇമാം തങ്ങൾ അതാ മാലിക് ഇമാം തങ്ങളുടെ ദർസിലെ കൊച്ചു മുതഅല്ലിമാണ്, പ്രായമേറെ കുറഞ്ഞ മുതഅല്ലിമാണ്. തുപ്പനീര് തൊട്ടിട്ട് കൈവെള്ളയിൽ എഴുതുന്നുണ്ട് ഹദീസ് പറയുമ്പോൾ. ക്ലാസ് കഴിഞ്ഞപ്പോ മാലിക് ഇമാം തങ്ങൾ ചോദിച്ചു, മാലിക് ഇമാമിനെ കുറിച്ച് സാധുവായ ഞാൻ കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ച 2 മണിക്കൂർ CD നിങ്ങൾക്ക് കിട്ടും. മാലിക് ഇമാം തങ്ങളുടെ റസൂലുള്ളാഹിനോടുള്ള പ്രേമം ആ CD-യിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അബൂ ഹനീഫ ഇമാം തങ്ങളെ കുറിച്ചുള്ള 4 മണിക്കൂർ CD ഉണ്ട്. അതിൽ അബൂ ഹനീഫ ഇമാമിന്റെ പ്രേമം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങൾ തുപ്പനീര് തൊട്ടിട്ട് കൈവെള്ളയിൽ എഴുതാൻ തുടങ്ങി. ദർസ് കഴിഞ്ഞപ്പോൾ ഉസ്താദിങ്ങെ വിളിച്ചു, മോനെ കൊച്ചു പുതിയ മുതഅല്ലിമല്ലേ, വരൂ. മോന്റെ പേരെന്താണ്? മുഹമ്മദ്. അഖുറശിയുൻ അന്ത, ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളാണോ? നഅം. മക്കയിൽ നിന്ന് വരികയാണോ? ആണ്. ഇതെല്ലാം പറഞ്ഞപ്പോ പറഞ്ഞു, എല്ലാ ലക്ഷണങ്ങളും കൊള്ളാം. ഇൽമിന് പറ്റുന്ന പേരുണ്ട്, ഇൽമിന് പറ്റുന്ന കുടുംബമുണ്ട്, ഇൽമിന് പറ്റുന്ന പശ്ചാത്തലങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ദർസ് എടുക്കുന്ന സമയത്ത് തുപ്പുനീര് തൊട്ടിട്ട് കൈവെള്ളയിൽ എഴുതിയത് എന്തിനാണ് മോനെ? ശാഫി ഇമാം തങ്ങൾ എന്ന ശിഷ്യനോട് ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ എന്ന ഉസ്താദ് ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ഉസ്താദേ, എന്റെ കയ്യിൽ പെന്നും കടലാസും ഇല്ല. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ മോനെ? ഇന്ന് ചൊല്ലിത്തന്ന 40 ഹദീസും ഞാൻ പഠിച്ചു കഴിഞ്ഞു, എന്നാലൊന്ന് ചൊല്ലിക്കേൾപ്പിക്കൂ. ഉടനെ ബഹുമാനപ്പെട്ട ശാഫി ഇമാം തങ്ങൾ എന്ന കുഞ്ഞുമോൻ ചെറിയ പ്രായക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് ചൊല്ലാൻ തുടങ്ങി. ഹദ്ദസനി മാലികുൻ അൻ നാഫിഇൻ അൻ ഇബ്നു ഉമറ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഹദീസ് ചൊല്ലുന്നതിന്റെ കൂട്ടത്തിൽ ചരിത്രകാരന്മാരെഴുതുന്നു, താരീഖുൽ ഇമാം ശാഫിഈ നോക്കണം മുതഅല്ലിമീങ്ങളെ. മാലിക് ഇമാം തങ്ങൾ ചില ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ മേലെ കൈവച്ചിട്ട് ഈ നബി പറഞ്ഞു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരം ഹദീസ് എത്തിയപ്പോ ശാഫി ഇമാം തങ്ങളും അതാ ഈ കിടക്കുന്ന റസൂലുള്ള പറഞ്ഞു തന്നു എന്ന നിലക്ക് ഏതൊക്കെ ഹദീസാണോ മാലിക് ഇമാം തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ തൊട്ടിട്ട് പറഞ്ഞത്, ആ ഹദീസെല്ലാം അങ്ങനെ തന്നെ 40ഉം കേൾപ്പിച്ചു കൊടുത്തു. ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് ദർസിലേക്ക് സമ്പൂർണമായും ഏറ്റെടുത്തു എന്ന് ചരിത്രം പറയുമ്പോൾ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ലോക വൈജ്ഞാനിക ചക്രവർത്തികളുടെ ഗിരിശൃംഗത്തിലേക്ക് എത്താനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിൽ നിന്ന് ബറക്കത്ത് എടുത്തിട്ടാണ് ശാഫി ഇമാം തങ്ങൾ ഇൽമ തുടങ്ങിയത് കേട്ടോ. അപ്പൊ ലോക രാജ്യങ്ങളിലുള്ള ഒരുപാട് ആളുകൾ, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കടക്കുന്നില്ല, മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുകൾ പോയിട്ട് വളരെ ചരിത്രപരമായി സിയാറത്ത് നടത്തിയ മഹാനായ പണ്ഡിതനാരാണ്? അൽ ഇമാം അബ്ദുല്ലാഹിൽ യാഫഈ തങ്ങളാണ്. വഫയാത്തുൽ അയാനിലുണ്ട്. ചരിത്രം ഞാൻ പറയുന്നില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ട്.
പിന്നെ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് പുണ്യമെടുത്തതാരാണ്? മദീനക്കാര് മുഴുവനും മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും മദീനയിലേക്ക് വരുമ്പോഴും നബി തങ്ങളെ സിയാറത്ത് ചെയ്ത് പറഞ്ഞിട്ടേ പോകാറുള്ളൂ എന്ന് ഖാലി അയ്യാദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ആരാണ്? ലോകത്തുള്ള എത്രയോ ദിക്കിൽ നിന്നുള്ള മഹാന്മാർ, മൊറോക്കോയിലുള്ള സുലൈമാനുൽ ജസൂലി തങ്ങൾ, യമനിലുള്ള ബാഫഖീഹ് തങ്ങന്മാരുടെ കുടുംബം, മക്കയിലുള്ള സൈനി ദഹ്ലാൻ തങ്ങൾ എന്ന പണ്ഡിത ശ്രേഷ്ഠർ, അങ്ങനെ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് മഹത്വം നേടിയ മഹാന്മാർ. ഇനി ഇന്ത്യയിൽ നിന്ന് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്തിട്ട് മഹത്വം കിട്ടിയ ആളുകൾ ആരാണ് അറിയുമോ? ഉത്തരേന്ത്യയിൽ ഇസ്ലാമിക പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളാണ്. മഹാനവറുകൾ ഇന്ത്യക്കാരനല്ല, ഇന്ത്യയിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കൊണ്ടുവന്ന മഹാനാണ്. അതേ കാലത്ത് തന്നെ ഇസ്ലാമിക പ്രചരണവും കൊണ്ടുവന്ന മറ്റൊരു മഹാനാണ് അല്ലാമത്തുൽ മുനീരി റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ ഇന്ത്യയിൽ വന്ന് കല്യാണം കഴിച്ചിട്ട് അതിൽ ജനിച്ച മഹാനാണ് അല്ലാമത്തുൽ മുനീരി. ഉലമാഉൽ ഹിന്ദ് എന്ന ഗ്രന്ഥത്തിൽ എഴുതി രചനയിൽ കാണാവുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അല്ലാമത്തുൽ മുനീരി റഹിമഹുല്ലാഹ് ഇന്ത്യയിൽ ജനിച്ച മഹാനാണ്. ഇസ്ലാമിക പ്രചരണത്തിനുള്ള ഏറ്റവും വലിയ പ്രചോദനം എവിടുന്നാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയമാണ്. അല്ലാമത്തുൽ ഫിർദൗസി റഹിമഹുല്ലാഹ് ഈ മഹാന്മാരെ കുറിച്ചെല്ലാം സ്വതന്ത്രമായ പ്രഭാഷണം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇന്ത്യൻ മുസ്ലിമീങ്ങളിൽ സൂഫികളുടെ സാന്നിധ്യം എന്ന വിഷയത്തിൽ ചുരുക്കി പറയട്ടെ, അങ്ങനെ മഹാന്മാരായ എല്ലാ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചുകൊണ്ട് വിജയം വരിച്ചെങ്കിൽ അറിയുമോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചരിത്രത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവ് ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ ബറേൽവി, മഹാനവറുകളുടെ മക്ബറയിലെ പതാകയാണ് നമ്മുടെ സമസ്തയുടെ പതാക. ആ പതാകയുടെ പ്രഭവ കേന്ദ്രമായ ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ തങ്ങൾ മദീനയിലേക്ക് ചെല്ലുന്നു. 1000-ൽ പരം ഗ്രന്ഥമെഴുതിയ മഹാനാണ്. നബിതങ്ങൾ മറഞ്ഞ കാര്യം അറിയില്ല എന്ന ആരോപണം വന്നപ്പോ 2 കൈയിലും പേനയെടുത്തിട്ട് 8 മണിക്കൂർ കൊണ്ട് അദ്ദൗലത്തുൽ മക്കിയ്യ ബിൽ മാദ്ദത്തിൽ ഗൈബിയ്യ എന്ന രചന നടത്തിയ മഹാനാണ്. ആ മഹാനവറുകൾ അതാ മദീനയിൽ ചെല്ലുമ്പോ ബേനിശാനോ കെ നിശാൻ മിടതാനെ മിടത്തെ മിടത്തെ നാം ഹോ ഹി ജായേഗാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തെ എണ്ണി എണ്ണി പറഞ്ഞു. ഓരോ അവയവത്തിന് 1,00,000 സലാം ചൊല്ലിയ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ അവിടെ ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആശ പറയുമ്പോൾ കാണുന്നില്ല. കിടന്ന് കരയുകയാണ്. മദീനേ കെ ഖിത്തേ ഖുദാ തുജ്കോ രഖേ ഗരീബോ ഫഖീറോ കെ ഠഹരാനെ വാലേ. മദീനയിലെ മണൽപ്പരപ്പ് പാവങ്ങളുടെ അത്താണിയാണ്, അശരണരുടെ ആശ്രയമാണ്, ആലംബഹീനരുടെ അവലംബമാണ്, നിഷേധിക്കപ്പെട്ടവരുടെ അവകാശമാണ്, പരിവർത്തനത്തിന്റെ പടഹധ്വനി നടത്തിയ നാടാണ്. കൊമ്പന്മാരായ മുതലാളിമാര് സ്വീകരിക്കാതെ വിട്ടപ്പോ ഇരുകൈയും സ്വീകരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്ത അൻസ്വാറുകൾ എന്ന പാവപ്പെട്ടവരുടെ നാടാണ് മദീന. മദീന നിങ്ങൾ പഠിച്ചു നോക്കിയിട്ടുണ്ടോ?
അബൂജഹലിനെ പോലെ ഒരു ചട്ടമ്പിയുടെ ചരിത്രം മദീനയ്ക്ക് പറയാനില്ല. അബൂലഹബിനെ പോലെ ഒരു പോക്കിരിയുടെ കഥ പറയാൻ മദീനയ്ക്കില്ല. മദീനയിൽ സിമ്പിൾ മനുഷ്യന്മാരേ ഉള്ളൂ അന്നും. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, വലീദ് തുടങ്ങിയുള്ള എത്ര ആളുകളാ മക്കത്തുള്ളത്? ഒരാളെങ്കിലും അതുപോലെ മദീനയുടെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? മദീന നല്ല ലളിത മനസ്കരുടെ മനോഹരമായ നാടാണ് മദീന. അപ്പോഴാണ് മഹാനായ മുത്തവല്ലി ഷറാവിയുടെ സീറത്തുൻ നബവിയിൽ അദ്ദേഹം ഒരു ചിന്ത പറയുന്നുണ്ട്. മുതലാളിമാരുടെ നാട്ടിൽ തുടങ്ങിയ മതം പാവപ്പെട്ടവരുടെ നാട്ടിലാണല്ലോ വളർന്നത്. എന്താണതിന് കാരണം എന്നൊരു അന്വേഷണം അദ്ദേഹം നടത്തുന്നു. കൊമ്പന്മാരായ ആളുകളെ പാവപ്പെട്ടവരുടെ നാടായ മദീനയിൽ തുടങ്ങിയാൽ അത് ഏറ്റെടുക്കാൻ ഈ മുതലാളിമാരുടെ കിബർ സമ്മതിക്കൂല. അതുകൊണ്ട് അവരുടെ നാട്ടിൽ തന്നെ തുടങ്ങി. പാവപ്പെട്ടവരെന്നും ഹിദായത്തിന്റെ വഴിയിൽ വരാൻ എളുപ്പമുള്ളവരാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ കാലക്രമേണ കൂടുതൽ പാവപ്പെട്ടവരായിരിക്കും. ഉള്ള പണക്കാര് സുന്നത്ത് ജമാഅത്തിന് ചെലവഴിക്കുന്നവരായിരിക്കും. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വലിയ മുതലാളിയായിരുന്നു. 40,000 ദിർഹം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ട് ഹിജ്റയ്ക്ക് പോകുന്ന സമയത്ത് 5000 ദീനാറേ കയ്യിലുള്ളൂ. അതും കയ്യിലെടുത്തിട്ട് ഹിജ്റ പോയ മഹാനാണ്, മുതലാളി തന്നെ. അബൂ തൽഹത്തുൽ അൻസാരി തങ്ങൾ മുതലാളിയാണ്. പക്ഷേ ബൈറുഹ എന്ന തോട്ടം അവിടുന്ന് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്തിറങ്ങിയപ്പോ എഴുതി അങ്ങ് കൊടുത്ത മഹാനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മുതലാളിയാണ്. പക്ഷേ കിബറില്ലാത്ത മുതലാളിയാണ്. അതുകൊണ്ടാണ് മദീനയിൽ വന്ന് മുതഅല്ലിമായി ജീവിക്കാൻ മനസ്സു കാണിച്ചത്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുതലാളിയാണ്. പക്ഷേ മദീനയിൽ മുതഅല്ലിമായി വന്ന് ജീവിച്ച അൻസാരികളുടെ കൂട്ടത്തിൽ അവരുടെ സഹായത്തിൽ ജീവിച്ച മഹാനാണ്. അപ്പോൾ നല്ലവരായ ആളുകൾ, നിഅമത്തുള്ളവർ, ദീനിനെ സഹായിക്കുന്നവർ അതും കുറവായിരിക്കും സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടത്തിൽ. അപ്പൊ പുത്തനാശയക്കാരുടെയും വിദ്അത്തുകാരുടെയും ഇടയിൽ മുതലാളിമാര് കൂടുമ്പോ നമ്മുടെ കയ്യിൽ പാവപ്പെട്ടവരല്ലേ ഉള്ളൂ എന്ന വിഷമം സുന്നത്ത് ജമാഅത്തുകാർക്ക് വേണ്ട. കാരണം സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നബിയേ, പാവപ്പെട്ടവരായ ആളുകൾ റസൂലുള്ളാഹി തങ്ങളെ തങ്ങളുടെ അടുക്കൽ എപ്പോഴും വന്ന് കൂടുന്ന പാവപ്പെട്ടവരെ പരിഗണിക്കാതെ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും മുതലാളിമാരുടെ അടുക്കലേക്ക് തിരിയല്ലേ നബിയേ. അവർക്ക് ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല നബിയേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പരിശുദ്ധമായ മദീനയിലേക്ക് വന്നു. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാഹു ഖാൻ തങ്ങൾ പറയുന്നത് എന്താണ്? ഈ മദീന എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ അവലംബമാണ്, ആലംബഹീനരുടെ ആശ്രയമാണ്. ആ മദീനയിൽ എന്നെ കൈയൊഴിയല്ലേ അല്ലാ, നബിതങ്ങളുടെ പ്രേമം തരണേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോ റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞു. അവിടെയാണ് മഹാനവറുകൾ ചൊല്ലിയത്, തു സിന്ദാ ഹൈ വല്ലാഹ്, തു സിന്ദാ ഹൈ വല്ലാഹ്, മേരെ ചശ്മേ ആലം സേ ചുപ് ജാനെ വാലേ. അല്ലയോ ഹബീബായ നബിയെ, തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. അത്ഭുതമൊന്നുമില്ല. ലോകത്തുള്ള തവാത്തറത്തിൽ അദില്ലത്തു വന്നുഖൂലു, തെളിവുകൾ, അവസാനിക്കാത്ത തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ജീവിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ എന്റെ മേൽ സലാം ചൊല്ലിയാൽ എനിക്ക് അല്ലാഹു തആല ആത്മാവിനെ തിരിച്ചു തരികയും അവർക്ക് സലാം മടക്കുകയും ചെയ്യും എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഹാഫിദ് സുയൂത്തി പറയുന്നത്, മുല്ലാ അലിയുൽ ഖാരി അവിടുന്ന് മിർഖാത്തുൽ മഫാത്തിഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ജീവിക്കുന്നതിന്റെ വിശദീകരണങ്ങൾ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്പിയാക്കന്മാർ അവരുടെ ഖബറിൽ ജീവിക്കുകയാണ്, ശുഹദാക്കന്മാര് ഖബറിൽ ജീവിക്കുകയാണെന്നും അവർ മരിച്ചു എന്ന് കേവലം പറയരുതെന്നും
വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം എന്ന ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഖബറിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് റസൂലുള്ളാഹിനെ അനുഭവിച്ച മഹാനാണ് ഇമാം അഹ്മദ് റിളാ ഖാൻ. ഇനി കേരളത്തിൽ നിന്ന് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ച് അവിടുത്തെയോട് പ്രണയഗീതം നടത്തിയ മഹാനാരാണ്? കേരളത്തിന്റെ ബൂസീരിയായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ആണ്. ആ മഹാനായ ഉമറുൽ ഖാദി തങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ പോയി നിന്നിട്ട് പാടുകയാണ് യാ അക്റമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും. ഹബീബായ നബിയെ, അവിടുത്തെയുടെ ചാരത്തണയാനുള്ള മോഹത്തോടെ വന്ന ഉമർ ആണ് നബിയെ ഈ പടിയിൽ കരയുന്നത്. മജഫദം സാലമിൻ ഐനൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി حيا وميتا في التراب دفينا صلوا عليه وسلموا تسليما. ഓ ഹബീബായ നബിയെ, അനുരാഗം കൊണ്ട് വാർന്നൊലിക്കുന്ന ബാഷ്പബിന്ദുക്കളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നില്ല നബിയേ. ഏതോ ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ട് കിട്ടാത്ത കരച്ചിലല്ല, ഏതോ ഒരുത്തിയ ലൈനടിച്ചിട്ട് പിണങ്ങിയ വേദനയല്ല, ഒരുത്തനെ കമന്റടിച്ചിട്ട് പിരിഞ്ഞുപോയ ദുഃഖമല്ല. ചെറുപ്പക്കാരെ, അല്ലാഹ് ഖൽബ് നൽകിയത് അല്ലാഹുവിന്റെ ഹബീബിനെ ഇരുത്താനാണ്. കണ്ടില്ലേ, ഈ രാജ്യത്ത് വീട് പണിയുമ്പോൾ ആ രാജ്യത്തിന്റെ സിംബൽ എന്ന നിലക്ക് നമ്മുടെ വീട്ടിന്റെ വാതിൽപ്പടിയിൽ കൊണ്ടുവന്നൊരു ബോർഡടിക്കുന്നു. ഔദ്യോഗികമായി പണിത വീട് ബിൽഡിംഗ് ആണെന്നറിയാനല്ലേ? എന്നാൽ ഔദ്യോഗിക ഉമ്മത്തിൽപ്പെട്ടതാണെന്നതിന് ഹബീബായ നബിയുടെ പേര് കൊത്തിവെക്കാനല്ല, അത് ഖൽബിൽ പതിപ്പിക്കാനാണ്. അതല്ലേ അള്ളാന്റെ ഹബീബിന് അല്ലാഹ് നൽകിയ പദവി. അത് എത്രയാണെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. ആദരവിന്റെ ജ്യേഷ്ഠനല്ല ആരാധന, ആരാധനയുടെ അനുജനല്ല ആദരവ്. രണ്ടും വേറെ വേറെയാണ്. ചില ആളുകൾ പറയും ആദരിച്ചാദരിച്ചങ്ങ് ആരാധനയായി പോകരുതെന്ന്. സ്വഹാബത്ത് നബിയെ ആദരിച്ചതെങ്ങനെ? വാപ്പയും ഉമ്മയും ഞാനും എന്റെ തടിയും എന്റെ സ്വത്തും എന്റെതെല്ലാം തങ്ങൾക്ക് ദണ്ഡമാണ്. ഇതിനപ്പുറം ഒരു മനുഷ്യൻ എന്താ ചെയ്യാൻ കഴിയുക? അപ്പൊ ആദരവിന് അതിരില്ല മോനെ. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് ഫിദാക റൂഹി വ നഫ്സി വ അമ്മി വ ഇർദി വ മാലി യാ റസൂലല്ലാഹ്, എല്ലാം തങ്ങൾക്ക് ദണ്ഡമാണ്. ഇതിനപ്പുറം ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പൊ ആരാധന വേറെയാണ്, ആദരവ് വേറെയാണ്. ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരുത്താനാ മോനെ അല്ലാഹ് ഖൽബ് നൽകിയത് കേട്ടോ. ഏതോ ഒരുത്തിയെ പിടിച്ചു വെക്കാനല്ല, ഏതോ ഒരു നടനെയും കൊണ്ട് പേറി നടക്കാനല്ല, ഏതോ ചില ഫാൻസിൽ കയറി തൂങ്ങാനല്ല, ഏതോ ചില കളികളിൽ തല കൊടുക്കാനല്ല. മോനെ,
ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ചലനത്തിലും നിശ്ചലനത്തിലും ഉയർച്ചയിലും തകർച്ചയിലും എല്ലായിടത്തും അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ലയിപ്പിച്ചു വെക്കേണ്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖുദാ की रजा चाहते हैं तो आलम खुदा चाहता है रजाए മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടെൻഷനില്ല. വിശദീകരിക്കാൻ എനിക്ക് ഭാഷയില്ല, വിശദീകരിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു, മോനെ റസൂലുള്ളാഹിനെ ഒന്ന് പ്രേമിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് രുചിച്ചു നോക്കുമോനെ. കനവിൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത്, നിലവിൽ ഹബീബിന്റെ ദർശനം, രാത്രി കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാഹിന്റെ മുഖകമലം കാണാനുള്ള നിയോഗം, പകലാ ഹബീബിന്റെ സുന്നത്തിന്റെ പരിപാലനം. എത്ര വലിയ ഭാഗ്യമാണ് ഈ ജീവിതം. മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കിടന്ന് കാണുന്നതും ഹബീബിനെയാണ്. പരലോകത്ത് ചെല്ലുമ്പോൾ വിളിക്കാനാകെയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പതാക വഹിക്കുന്നത് ഹബീബല്ലേ. കൂടെ പോകാൻ അർഹതയില്ല, പങ്കുചേരാൻ ആവശ്യപ്പെടാൻ നാണമുണ്ട്, കൊതിക്കാൻ പദവിയില്ല. പക്ഷേ ആ ഹബീബ് നടക്കുന്ന വഴിയിൽ ഒന്ന് കിടന്നു കിട്ടിയാൽ പൊതിഞ്ഞു വെച്ച കിളിയുടെ കരച്ചില് കേട്ട് ഉമ്മാന്റെ അടുക്കലേക്ക് കൊടുത്തു വിട്ട തിരുനബി, വസ്ത്രമില്ലാതെ വിഷമിക്കുന്ന അനാഥന്റെ കൈപിടിച്ച് ആയിഷ ബീവിയോട് പരിചരണമേൽപ്പിച്ച തിരുനബി, കരഞ്ഞു വന്ന ഒട്ടകത്തിന്റെ മുതലാളിയോട് വാങ്ങിയിട്ട് മോചനം കൊടുത്ത തിരുനബി, കൂടുവിട്ട് വന്ന കിളിയെ പിടിച്ചിട്ട് കൂടുവിട്ട് വന്ന മാൻപേടയ്ക്ക് മാതൃത്വത്തിന് മൂല്യം കൊടുത്ത് ജാമ്യം നിന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി റസൂലാണെന്ന് പറഞ്ഞ് നമ്മൾ വഴിയിൽ കിടക്കുമ്പോൾ കാലുകൊണ്ട് റഹ്മത്തിന്റെ ഒരു തട്ടു തട്ടിയാൽ പിന്നിലുള്ളത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളായിരിക്കും. തങ്ങളു തട്ടിയതല്ലേ എന്ന നിലക്കത് തട്ടാതിരിക്കില്ല. അങ്ങനെ തുടർന്ന് വരുന്ന എല്ലാവരും തട്ടി തട്ടി അവസാനം സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടാൽ എന്നാലും വേണ്ടില്ല, ഇവിടെ കസേരയിരിക്കുന്ന നിങ്ങളും അതാ നിലത്തെഴയുന്ന ഉറുമ്പുകളും ചവിട്ടിക്കൊണ്ടിരിക്കുന്ന മണൽത്തരികളും ഈ സദസ്സിൽ പങ്കാളികളായതുപോലെ സ്വഹാബികളുടെ കാൽ കീഴിൽ കിടക്കുന്ന മണൽത്തരി പോലെയെങ്കിലും സ്വർഗത്തിലെത്തിയാൽ ഫീ ജനാബി റസൂലില്ലാഹി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തായി കിട്ടും. അതുകൊണ്ട് മോനെ, ഈ യുവത്വം മാടിത്തിമർത്ത് തകർക്കാനുള്ളതല്ല, ആരോഗ്യം അടിച്ചു പൊളിച്ച് നശിപ്പിക്കാനുള്ളതല്ല, പരിഷ്കാരം പേറിയിട്ട് സംസ്കാരത്തെ ഖബറടക്കാനുള്ളതല്ല. എനിക്കും നിനക്കും ഒരു നേതാവുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോ നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്ന ഉമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന നേതാവ്, വീട്ടിലേക്ക് ചെല്ലുമ്പോ വിഭവങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുത്ത ഉപ്പയേക്കാൾ സ്നേഹിക്കുന്ന നേതാവ്, അരമനയിൽ അത്തറും പൂശി കാത്തിരിക്കുന്ന പ്രാണസഖിയായ ഭാര്യയേക്കാൾ സ്നേഹിക്കുന്ന നേതാവ്, ഉപ്പ എന്ന് വിളിച്ച് കൈപിടിക്കുന്ന മക്കളെക്കാൾ സ്നേഹിക്കുന്ന നേതാവ്,
ഹബീബായ നബിയെ ഒന്ന് പ്രേമിക്കുമോനെ. യാ ആശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി. ആ ഹബീബായ നബിയെ പ്രേമിച്ച് അനുരാഗത്തിന്റെ പ്രപഞ്ചത്തിൽ ആലിംഗനം ചെയ്ത് അവിടുത്തെയുടെ പ്രണയം പ്രഖ്യാപിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അപ്പൊ ലോകത്തുള്ള എല്ലാ മുഹിബ്ബീങ്ങളും മദീനയിൽ, ഇന്ത്യയിൽ നിന്ന് അഹ്മദ് റിളാ ഖാൻ തങ്ങൾ മദീനയിൽ, കേരളത്തിൽ നിന്ന് ഉമറുൽ ഖാദി തങ്ങൾ മദീനയിൽ, ഇനി ഞാൻ ഈ പ്രസംഗിക്കുന്ന കുണ്ടൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മദീനയിൽ, ആരംഭപ്പൂവായ മുത്ത് റസൂലിന്റെ ഹളറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ഇതൊരു യാദൃച്ഛികതയല്ല, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ വരെയുള്ള ഒരു കണക്ഷനാണ്. അവിടുത്തെയുടെ മക്കൾ ഇവിടെയുണ്ട്. ആ പ്രകാശത്തിന്റെ കവാടങ്ങളാകാൻ അവർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അതിൽ ചാരത്തു ചേർന്നു നിൽക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. ഇത് പറഞ്ഞത് ഹബീബിലേക്ക് ഞങ്ങൾക്കുമൊന്ന് കെട്ടിപ്പിടിക്കാനാണ്. ഞങ്ങൾക്ക് ഹബീബായ നബിയെ കണ്ട അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ കിട്ടിയില്ല, അവിടുത്തെ കിട്ടിയ നാഫിഅ് തങ്ങളെ കിട്ടിയില്ല, അവിടുത്തെ കിട്ടിയ മാലിക് ഇമാമിനെ കിട്ടിയില്ല, അവിടുത്തെ കിട്ടിയ ഷാഫി ഇമാമിനെ കിട്ടിയില്ല, അവിടുത്തെ കിട്ടിയ മുസനി ഇമാമിനെ കിട്ടിയില്ല. ആ പരമ്പരയിൽ വന്ന് നബവി ഇമാമിന്റെ കാലൊന്നു പിടിക്കാൻ കഴിഞ്ഞില്ല. ആ പരമ്പരയിൽ വന്ന് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെയും കാണാൻ ഭാഗ്യമുണ്ടായില്ല. ആ താവഴിയിൽ വന്ന സൈനുദ്ദീൻ മഖ്ദൂമുമാരെയും സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെയും മഖ്ദൂമുമാരെയും ഞങ്ങൾക്ക് കിട്ടിയില്ല. ആ താവഴിയിൽ വന്ന ഉസ്താദിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതീ വലിയ പരമ്പരയിലേക്കുള്ള ഒരു കണക്ഷനാക്കി ചേർത്തു തരണം റഹ്മാനേ. ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ വഫീ മദ്ഹിഹി കുല്ലുൻ യജീഉ വയദ്ഹബു. ഇലകൾ ഇളകുന്നത്, ആകാശം കരിമയോടെ നിൽക്കുന്നത്, മരം ഇങ്ങനെ നിവർന്നു നിൽക്കുന്നത് എല്ലാം പ്രകീർത്തനത്തിന്റെ താളങ്ങളാണ്. ഒരു മരത്തിലേക്ക് നോക്കൂ, എത്ര ഭാവങ്ങളാണ്. ചിലത് ആരോഗ്യത്തോടെ, ചിലത് ആരോഗ്യമില്ലാതെ, ചിലത് താഴോട്ട്, ചിലത് മേലോട്ട്. അതൊരു ഗാനത്തിന്റെ ലയം പോലെയാണ്. അപ്പോൾ ഇതിന്റെ കവിത ഹബീബിന്റെ മദ്ഹാണ്. അത് അലങ്കാരമല്ല. തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമീ. നബിതങ്ങൾ വിളിച്ചപ്പോ പാദമില്ലാതെ നടന്നു ചെന്നു മരങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച് ആ സ്നേഹത്തിലായി മരിക്കാൻ ഞങ്ങൾക്ക് നിയോഗം തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ വലിയ മഹാനായിരുന്നു. റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചു. അവസാനം ആ ഹബീബിനെ കണ്ടു മരിക്കാൻ ഭാഗ്യത്തിനു വേണ്ടി ജീവിച്ചു. മഹാനായ അഹ്മദ് റിളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്ന രാത്രിയിൽ ഫലസ്തീനിൽ ജീവിച്ചിരുന്ന വലിയ ഒരു മഹാൻ അതാ സ്വപ്നം കാണുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. കൂടെ അതാ സ്വഹാബികളും നിൽക്കുകയാണ്.
ഫലസ്തീനിലുള്ള ഈ മഹാനായ ശൈഖ് സ്വപ്നം കാണുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അതുപോലെ തന്നെ അതാ കിബാറു സ്വഹാബയെ മുഴുവനും കാണുന്നു. സന്തോഷത്തോടെ ആരെയോ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ചോദിച്ചു, തങ്ങളെ ആരെ കാത്തു നിൽക്കുകയാണ്? അത് അഹമ്മദ് റിള എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്നൊരാള് വരാനുണ്ട്, അയാളെ കാത്തു നിൽക്കുകയാണ്. ചുരുക്കി പറയട്ടെ, ഇതെന്റെ വകയല്ല, ശർഹ് മൻളൂമത്തുസ് സലാമിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അതാ മഹാനായ ഫലസ്തീൻകാരനായ ശൈഖ് പിറ്റേന്ന് രാവിലെ തന്നെ ഇന്ത്യയിലേക്ക് വരാൻ ഉദ്ദേശിച്ചു. ഇന്ത്യയിലേക്ക് വിസ സംഘടിപ്പിച്ച് ഡൽഹിയിൽ വന്ന് ബറേലി അന്വേഷിച്ച്, ബറേലിയിൽ വന്ന് അഹമ്മദ് റിളയെ അന്വേഷിക്കുമ്പോ അവര് പറഞ്ഞു, അയലാ ഹസറത്തല്ലേ, മഹാനവറുകൾ വഫാത്തായി പോയെന്ന്. വീടന്വേഷിച്ച് ചെന്നപ്പോൾ മഹാനവറുകളുടെ ഖബറാണ് കാണുന്നത്. വീട്ടുകാരോട് പരിചയപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, വാപ്പ എപ്പോഴാണ് മരണപ്പെട്ടത്? മക്കള് പറഞ്ഞു, വാപ്പ വഫാത്തായ സമയം അതേ സമയത്തു തന്നെയാണ് ഫലസ്തീൻകാരനായ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കാത്തു നിൽക്കുന്നത് കണ്ടത്. അപ്പൊ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു എന്ന് മനസ്സിലായി. ഇതേ സംഭവം തന്നെ ഇബ്നു ഹജർ തങ്ങളുടെ പരാമർശത്തിലും കാണാനിടയായിട്ടുണ്ട് അടുത്ത്. ഇതുപോലെ എത്രയോ മഹാന്മാർ നബിതങ്ങൾ കാത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റിബഈ ഇബ്നു ഖിറാശ് തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത് വഫയാത്തുൽ അയാനിലുണ്ട്. അതുപോലെ ഒരുപാട് മഹാന്മാര് ഹബീബിന്റെ കൈത്തണ്ടയിലേക്ക് ചെന്നു. അല്പനേരം തിരുനബി തങ്ങളെ പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് മാദിഹീങ്ങൾ ലോകത്തിന്റെ എല്ലാ ദിക്കിൽ നിന്നും എത്തിയ നാടാണിത്. ഇവിടെ വിശ്രമിക്കുന്ന മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബിൽ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ഖ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബുകളെ, ഇത് കേവലം ഒരു പ്രസംഗത്തിനോ കേൾക്കാനോ ഉള്ള വേദിയല്ല, ആത്മാർത്ഥമായി നബിയെ അറിയാനുള്ള വേദിയാണ്. ഞാൻ പറയുന്ന പ്രഭാഷകനല്ല. കൂട്ടത്തിൽ ഒരു ഹദീസ് ഓതുന്നയാളെപ്പോലെ മൗലിദ് ചെല്ലുമ്പോ വ്യത്യസ്ത ആളുകൾ ഓതുമല്ലോ, അതുപോലെ ഓതിയതാണ്. നമ്മൾ കണ്ടില്ലേ, എത്രയോ പേരെ സ്വപ്നം കണ്ടു. ഇന്നലെ രാത്രി ആരെ കണ്ടു മോനെ? കുറച്ചു ദിവസം മുമ്പ് ആരെയൊക്കെ കണ്ടു രക്ഷിതാവേ? വാപ്പാനെ, ഉമ്മാനെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, കൂട്ടുകാരെ, കുടുംബങ്ങളെ, പലരെയും കണ്ടിട്ട് ഒരു തവണയെങ്കിലും ഹബീബായ നബിയെ കണ്ടിട്ടുണ്ടോ? എവിടെയാണ് നമ്മുടെ പ്രേമം? എവിടെയാണ് നമ്മുടെ സ്നേഹം? അതുകൊണ്ട് കിടന്നുറങ്ങുമ്പോ സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കാനും, അതാ ഇമ മൂട്ടുമ്പോഴേക്ക് മദീന കണ്ണിൽ വരാനും, ഹബീബായ നബിയെ ഒരുപാട് തവണ കാണാനും തൗഫീഖ് നൽകണം റഹ്മാനേ. വിദൂരത്താണെന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. സാധുവായ ഞാൻ എല്ലായിടത്തും ഈ വിഷയം പറയാറുണ്ട്. എത്രയോ മുഅ്മിനീങ്ങൾ കണ്ടവർ വിളിച്ചു പറയാറുണ്ട്. അതിൽ എത്ര ആളുകൾക്ക് യാഥാർത്ഥ്യം അനുഭവിച്ചു എന്ന് എനിക്കറിയില്ലെങ്കിലും ഹബീബായ നബിയെ കണ്ടു എന്ന് സന്തോഷത്തോടെ പറഞ്ഞ എത്രയോ സ്വാലിഹീങ്ങളുണ്ട്. സന്തോഷം പറയട്ടെ, ഇന്നും ഇങ്ങോട്ട് വരുമ്പോൾ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് നിന്ന് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ റസൂലുള്ളാഹിനെ കണ്ട സന്തോഷം പറയാനാണ്, പൂർത്തിയാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുപോലെ ഇന്നും സ്വാലിഹീങ്ങൾ കാണുന്നുണ്ട്. ആ ഹബീബായ നബിയെ കാമിലായ നിലക്ക് കണ്ടു മരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ.
തൗഫീഖ് തരണേ റഹ്മാനേ. അല്ലാഹുവിന്റെ ഹബീബിനോട് മായമില്ലാത്ത പ്രേമവും അടങ്ങാത്ത ആവേശവും അവിടുത്തെ ആലിംഗനം ചെയ്യാനെന്ന് പറയാൻ അവകാശമില്ല. കാലൊന്ന് കൂട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا ومولانا ومرشدنا ومنجينا وهادينا وفلذة كبدنا وقطعة قلبنا وثمرة فؤادنا محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് നീ സ്വീകരിക്കണേ റഹ്മാനേ. റബ്ബേ, ഹബീബായ നബിയെ പറയുന്ന നാവുകൊണ്ട് അവിടുത്തേക്ക് പൊരുത്തപ്പെടാത്തതൊന്നും പറയിപ്പിക്കല്ലേ റഹ്മാനേ. അല്ലാ, നിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ത്വാഅത്തിലായി എല്ലാ കഴിവും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തു തന്ന നിരവധി ആളുകളുണ്ട്. ഓരോ നാട്ടിലും ചെല്ലുമ്പോ ഭക്ഷണം നൽകുന്നവർ, സൽക്കരിക്കുന്നവർ, സ്വീകരിക്കുന്നവർ, ആതിഥ്യമരുളുന്നവർ, സ്ഥാപനത്തിന് സഹായിക്കുന്നവർ, വേദികളിലേക്ക് സഹകരിക്കുന്നവർ, അതുപോലെ ഞങ്ങൾക്ക് സ്വന്തം മക്കളെ പോലെ ഞങ്ങളെ പരിഗണിച്ച് ഞങ്ങൾക്ക് സ്നേഹവാത്സല്യങ്ങൾ നൽകിയവർ, അതുപോലെ കടപ്പാടുള്ള പലരുമുണ്ട്. അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ക്ഷണവും ആതിഥ്യവും നൽകിയ ഉസ്താദിന്റെ ആദരണീയരായ മക്കൾ, അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തു ജമാഅത്തിന്റെയും ആത്മീയ ചര്യയുടെയും കാവൽക്കാരായി ജനങ്ങളുടെ മുമ്പിൽ ദീനീ ഖാദിമീങ്ങളായി അവരെയും ഞങ്ങളെയും നീ നിലനിർത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഇവിടെ നടക്കുന്ന ആത്മീയ സദസ്സുകൾ അണമുറിയാതെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة نتوسل إليك بنبيك المختار وآله الأطهار وأصحابه الأخيار وأتباعه الأبرار، ونتوسل إليك ونتبرك إليك بتربة مدينة نبيك محمد صلى الله عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.